السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. يا من يرى مد البغوض جناحها في ظلمة الليل البهيم الأليلي ويرى عروق نياتها في نحرها والمخ في تلك العظام النحلي. اغفر لعبد طاب من فرطاته ما كان منه في الزمان الأول. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, കാരണവന്മാരെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ ഒരു സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒന്നിച്ചിരിക്കാൻ എനിക്കും നിങ്ങൾക്കും റബ്ബ് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ കൂട്ടുകുടുംബാദികൾ, ബന്ധുജനങ്ങൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ, സഹപാഠികൾ, ജീവിതത്തിൽ ഒരു സലാം കൊണ്ടെങ്കിലും പരിചയപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിൻ്റെ മോക്ഷത്തിനും മോചനത്തിനും നന്മക്കുമായി അവതരിപ്പിച്ച മതമാണ്.
ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആണിക്കല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനമാണ്. വലിയ ആഴമുള്ള രണ്ട് വാചകങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വാചകങ്ങൾ. ഒന്ന് തൗഹീദാണ്, രണ്ട് റിസാലത്താണ്. അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും വളരെ തുച്ഛമായി ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഞാനത് പരിപാലിക്കും എന്ന ഉറച്ച തീരുമാനത്തോടെ ജീവിക്കുകയും അവസാന ശ്വാസത്തിലും മഹത്തായ ആ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്യും എന്ന് ഉറപ്പിച്ചവനാണ് മുഅ്മിൻ. ആ പ്രഖ്യാപനം നടത്തുമ്പോൾ തന്നെ എൻ്റെ ആദർശം ഞാൻ സ്വീകരിക്കുന്നത്, എൻ്റെ നിലപാടുകൾ ഞാൻ ക്രമീകരിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനല്ല. നേരെ മറിച്ച് എൻ്റെ ഈമാനും എൻ്റെ ഇസ്ലാമും എൻ്റെ വിശ്വാസവും എൻ്റെ ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും എനിക്ക് പഠിപ്പിക്കാൻ കടന്നു വന്നത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് എൻ്റെ അനക്കത്തിലും അടക്കത്തിലും എൻ്റെ ഹബീബിനെ ഞാൻ മാതൃകയാക്കും എന്ന നിലപാട് സ്വീകരിക്കുന്നതിലൂടെയാണ് ഷഹാദത്തിൻ്റെ കലിമത്തുകളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് സാക്ഷാത്കരിക്കുന്നത്. ഇന്ന് മുസ്ലിം ഉമ്മത്ത് ലോകത്ത് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ മഹത്തായ ആദർശം നൽകപ്പെട്ട ഒരു ജനത ഭൗതികമായ പ്രതിസന്ധികളിൽ പതറാത്തവരാണ്. ഐഹിക ലോകത്ത് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ നേരിട്ടാൽ തന്നെ ചിരിച്ചുകൊണ്ട് പ്രതിസന്ധികളെ മറികടക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് വിശ്വാസികൾ. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നിന്റെ ലോകത്ത് മുസ്ലിം ഉമ്മത്ത് നിരവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോൾ ആ പ്രതിസന്ധിക്ക് മുന്നിൽ വിശ്വാസത്തിന്റെ തിളക്കം കാണിച്ചുകൊണ്ട് വിജയിക്കേണ്ടതിന് പകരം ചകിതരായി വിറച്ചു നിൽക്കുന്ന ഗതികേട് നമുക്ക് കാണേണ്ടി വരികയാണ്. മുസ്ലിം ഉമ്മത്തിന് പ്രതാപം നഷ്ടപ്പെട്ടു പോകുന്നുവോ എന്ന് ഒരു വേള നമ്മിൽ പലരും സംശയിക്കുകയാണ്. ഇവിടെയാണ് നാം ഒരു പുനരാലോചന നടത്തേണ്ടത്, നമ്മെ സംബന്ധിച്ച ഒരു അവലോകനം നടത്തേണ്ടത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ അവലോകനത്തിന് മുസ്ലിം ഉമ്മത്തിനെ സമ്മതിക്കാത്ത ഒരു വലിയ ജനത ഇവിടെയുണ്ട്. പക്ഷേ മുസ്ലിം ഉമ്മത്ത് എന്നും ആത്മവിചാരണ നടത്തേണ്ടവരാണ്. മറ്റുള്ളവരെ ഭത്സിക്കുന്നതിന് മുമ്പ് ആത്മവിചാരണ നടത്തി തൻ്റെ കുറവുകൾ, പ്രതിസന്ധികൾ, തൻ്റെതായ ബുദ്ധിമുട്ടുകൾ അത് മുഴുവനും വിശകലനം ചെയ്ത് ഈമാനിൻ്റെ തിളക്കം അത് എവിടെയാണ് കുറഞ്ഞു പോകുന്നത് എന്ന് അന്വേഷിക്കേണ്ടവനാണ് മുഅ്മിൻ. ആ രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഉപദേശങ്ങൾ നൽകിയത്. അതുകൊണ്ട് തന്നെ ആധുനിക സമൂഹത്തിൽ നിന്നുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാടുകളെ വിശകലനം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം നമ്മിൽ സാക്ഷാത്കരിക്കപ്പെടുന്നുവോ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്. അത് അമുസ്ലിങ്ങളെ കുറിച്ചല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്തവരെ കുറിച്ചല്ല. നേരെ മറിച്ച് വഖദ് ജാ ഹദീസുൻ അൻ റസൂലി മുഹമ്മദി വഖദ് ജാ ഹദീസുൻ അൻ റസൂലി മുമജ്ജദി റവാഹു അബൂ ദാവൂദ മിൻ ഗൈരി മിരിയതി. ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ, ഒരു സംശയത്തിന്റെ പഴുതുമില്ലാത്ത രൂപത്തിൽ മഹാനായ ഇമാം അബൂ ദാവൂദ് തന്റെ സുനനിൽ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു ഹദീസ്. എന്താണ് ആ ഹദീസിലുള്ളത്? യുശീകു ഉമ്മാതുൻ തദാഅ അലൈകുമു കമാ യതദാഅൽ ആകിലൂന ലികസ്അതി.
മുസ്ലിം ഉമ്മത്തിന്റെ നേരെ ഒരു ഭക്ഷണത്തളികയുടെ ചുറ്റും വിശന്നൊട്ടിയ വയറുമായിരിക്കുന്നവർ എപ്രകാരം ആർത്തിയോടെ കൈനീട്ടുമോ അതുപോലെ ആർത്തിയോടെ കൈനീട്ടുന്ന രൂപത്തിൽ മുസ്ലിം ഉമ്മത്ത് പീഡിപ്പിക്കപ്പെടുന്ന, അവർ പ്രയാസപ്പെടുത്തപ്പെടുന്ന ഒരു കാലം വരാനുണ്ട്. യുശീകു ഉമ്മാതുൻ തദാഅ അലൈകുമു കമാ യതദാഅൽ ആകിലൂന ലികസ്അതി. വിശന്നൊട്ടിയ വയറുമായി ഇരിക്കുന്നവൻ ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ എന്റെ ഉമ്മത്തിന്റെ നേരെ കൈനീട്ടുന്ന ആളുകൾ ധാരാളമുണ്ടാകും. എന്റെ ഉമ്മത്ത് പ്രയാസങ്ങൾ സഹിക്കുന്ന, പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥയുണ്ടാകും. എല്ലാവരും മുസ്ലിം ഉമ്മത്തിന്റെ മേൽ കൈവെക്കുന്ന ഒരു കാലമുണ്ടാകും എന്ന് റസൂലുള്ള തന്റെ സ്വഹാബത്തിനോട് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുകയാണ്, വഖീല വദാ ഖില്ലത്തിൻ നഹ്നു യൗമഇദ്. ഓ നബിയേ, അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ, എണ്ണത്തിൽ കുറവായിരിക്കുമോ, ഞങ്ങൾ കുറച്ചാളുകളെ ഉണ്ടാവുകയുള്ളോ? കാരണം എല്ലാവരും ആക്രമിക്കുന്ന, എല്ലാവരും ഞങ്ങളുടെ നേരെ കൈനീട്ടുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങൾ മാറിപ്പോകാൻ കാരണം ഞങ്ങൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ നബിയെ എന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ നൽകുന്ന മറുപടി, വഖാല കസീറുൻ അൻതുമു ഫീഹി ഉമ്മതി. ഒരിക്കലുമല്ല, അന്ന് നിങ്ങൾ ഭൂരിപക്ഷമുണ്ടാകും. നിങ്ങളുടെ സെൻസസ് എടുത്താൽ കോടികളുടെ കണക്ക് പറയാനുണ്ടാകും. പക്ഷേ എന്തേ സംഭവിച്ചതെന്നറിയുമോ? വഅന്തും ഉസാഉൻ കൽ ഉസാഇലി സൈലിനാ വയദ്ഹബു മിൻ സദിരിൽ ഇബാദിൽ മഹാബതി. അന്ന് നിങ്ങളുടെ അവസ്ഥ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ചണ്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചവറുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ചവറുകളെക്കാൾ അതപ്പതിച്ചവരായിരിക്കും നിങ്ങൾ. ചണ്ടികളെ പോലെയായിരിക്കും നിങ്ങൾ. ഒരു നിലയും നിലവാരവുമില്ലാത്തവരായിരിക്കും നിങ്ങൾ. അങ്ങനെ വരുമ്പോൾ വയദ്ഹബു മിൻ സദിരിൽ ഇബാദിൽ മഹാബതി, നിങ്ങളുടെ എതിർഭാഗത്തുള്ളവരുടെ ഖൽബ്, അവരുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കുറിച്ചുള്ള മഹാബത്ത് എടുത്തു കളയുമെന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ മുസ്ലിമിനോട് ഒരു ഭയമുണ്ടാകും മറ്റുള്ളവർക്ക്. എന്തുകൊണ്ടവൻ തീവ്രവാദി ആയതുകൊണ്ടാണോ? അല്ല. ഭീകരവാദി ആയതുകൊണ്ടാണോ? അല്ല. മാരകായുധങ്ങൾ അവന്റെ കയ്യിലുള്ളത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഒരു മുസ്ലിം അനീതിക്ക് കൂട്ടുനിൽക്കൂല, ഒരു മുസ്ലിം അക്രമത്തിന് കൂട്ടുനിൽക്കൂല, ഒരു മുസ്ലിം സത്യസന്ധനായിരിക്കും. അതുകൊണ്ട് തന്നെ അനീതിയുടെ സർവ്വ വാഗ്ദാക്കളും മുസ്ലിമിനെ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ എന്റെ ഉമ്മത്ത് വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ചപ്പു ചവറ് ചണ്ടികളെ പോലെയാകുന്ന കാലമാകുമ്പോ വയദ്ഹബു മിൻ സദിരിൽ ഇബാദിൽ മഹാബതി, റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റു മനുഷ്യരുടെ മനസ്സുകളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചുള്ള ആ മഹാബത്ത് എടുത്തു കളയും. പുറമേ വയുക്ദഫു വഹനൻ ഉമ്മതി ഫീ ഖുലൂബികും ഫഖീല വമൽ വഹനു റസൂല ശഫാഅതി. എന്റെ ഉമ്മത്തിന്റെ ഹൃദയത്തിൽ പ്രത്യേകമായ ഒരു രോഗം ബാധിക്കും. ആ രോഗത്തിന്റെ പേര് വഹൻ എന്നായിരിക്കും. ആ വഹൻ എന്ന രോഗം എന്റെ ഉമ്മത്തിന്റെ കൽബിനെ പിടിപെടുമെന്ന് റസൂല് പറയുമ്പോ സ്വഹാബത്ത് ആദ്യമായി കേൾക്കുകയാണ് അങ്ങനെ ഒരു രോഗം. പലതും അവർ കേട്ടിട്ടുണ്ട്, വസൂരിയെ കുറിച്ച്, വെള്ളപ്പാണ്ടിനെ കുറിച്ച്, അതുപോലെ തന്നെ മറ്റു ശാരീരിക രോഗങ്ങളെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. പക്ഷേ ഹൃദയത്തെ ബാധിക്കുന്ന വഹൻ എന്ന രോഗം ആദ്യമായി അവർ കേൾക്കുകയാണെന്നത് കൊണ്ട് അവർ നബിയോട് ചോദിക്കുന്നു, ഫഖീല വമൽ വഹനു റസൂല ശഫാഅതി. നാളെ പാരത്രിക ലോകത്ത് പടച്ചവന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അശ്ശഫാഅത്തുൽ ഉളമ നിർവഹിക്കുന്ന പ്രവാചകരെ, എന്താണ് ഈ വഹൻ? എന്താണ് ഈ വഹൻ എന്ന രോഗം? എന്താണ് ആ രോഗത്തിന്റെ അടയാളം? ഏതാണ് ആ രോഗമെന്ന് റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് നബിയോട് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, ആ രോഗം വേറൊന്നുമല്ല. ഫഖാല റസൂലുള്ളാഹി ദാക മഹബ്ബതു ലിദുനിയാ വകറഹുൽ ലിൽ മനിയതി ഹഖിഹി. ആ രോഗം, വഹൻ എന്ന രോഗം വേറൊന്നുമല്ല. ഒന്നാമത്തത് മഹബ്ബത്തുൽ ലിദുനിയാ, ഭൗതിക ലോകത്തോടുള്ള ആർത്തിയാണ്, ജീവിതത്തോടുള്ള മഹബ്ബത്താണ്, ദുനിയാവിനോടുള്ള ആർത്തിയാണ്. വകറഹുൽ ലിൽ മനിയതി ഹഖിഹി, മരണത്തോടുള്ള വെറുപ്പാണ്. മരിക്കാൻ റെഡിയല്ല, മരിക്കാൻ ഒരുങ്ങിയിട്ടില്ല. അതുകൊണ്ട് മരണം അങ്ങേറ്റം വെറുക്കുന്നൊരവസ്ഥയിൽ ദുനിയാവിനോട് ആർത്തിയുള്ളവരായി എന്റെ ഉമ്മത്ത് മാറുന്ന കാലഘട്ടത്തിൽ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ചപ്പു ചവറു ചണ്ടികളെ പോലെ
അതപ്പതിച്ചവരായിരിക്കും അവരെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ, മുസ്ലിം ഉമ്മത്ത് എന്നും അവലോകനം ചെയ്യണം. നമ്മുടെ പോരായ്മകളെ സംബന്ധിച്ച്, നമ്മുടെ നിലപാടുകളിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിന്ത നമ്മൾ നടത്തുകയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഈ വിഷയത്തിന് ഉത്തരം കണ്ടെത്താൻ വലിയ പ്രയാസമുണ്ടാകൂല. ജന്മദിനവും ആണ്ടുനേർച്ചയും ഇസ്ലാമികമോ എന്ന ചോദ്യത്തിന് ഉത്തരം കാണാൻ നിന്നാൽ എത്ര തർക്കിക്കണം നമ്മൾ, എത്ര വാദപ്രതിവാദം നടത്തണം നമ്മൾ, എത്രയോ ആളുകളെ കാണണം, എത്രയോ ഉലമാക്കളെ കാണണം നമ്മൾ. ഇസ്ലാമികമായി പരിശോധിക്കുമ്പോ എന്തുകൊണ്ട് ഈ ചോദ്യം ഉണ്ടാകുന്നു? നമുക്കിടയിൽ ഇങ്ങനെ ഒരു വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നു? ജന്മദിനം ഇസ്ലാമികമാണോ, ആണ്ടുനേർച്ച ഇസ്ലാമികമാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, 2 മാസങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്തു. നമുക്ക് മുന്നിൽ കഴിഞ്ഞുപോയ 2 മാസങ്ങൾ, അതിലൊന്ന് റബീഉൽ അവ്വലാണ്. ആ റബീഉൽ അവ്വൽ അറിയപ്പെട്ടത് ജന്മദിനം കൊണ്ടാണ്. ആരുടെ ജന്മദിനം? ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം. ആഘോഷങ്ങളായിരുന്നു നമുക്ക്, ആരവങ്ങളായിരുന്നു നമുക്ക്, തെരുവോരങ്ങളിൽ കൊടിതോരണങ്ങളായിരുന്നു, പച്ചലൈറ്റുകളായിരുന്നു, ഒരുങ്ങിയ വാഹനങ്ങളായിരുന്നു. റബീഉൽ അവ്വൽ 12-ന് ഘോഷയാത്രകളായിരുന്നു. അങ്ങനെ നന്നായി നമ്മൾ ആഘോഷിച്ച് ക്ഷീണിച്ചപ്പോ റബീഉൽ ആഖിർ നമ്മളിലേക്ക് കടന്നു വന്നു. വീണ്ടും തോരണം കെട്ടി, പച്ചലൈറ്റ് അന്വേഷിച്ചോടി. എന്താണ് സംഭവം? ഉടൻ തന്നെ പറഞ്ഞു ആണ്ടുനേർച്ചയാണ്. ആരുടെ ആണ്ടുനേർച്ച? മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ആണ്ടുനേർച്ചയാണ്. 2 മാസം അതിനു വേണ്ടി നാം മാറ്റിവെച്ചു. ഒന്ന് റബീഉൽ അവ്വലാണ്, മറ്റൊന്ന് റബീഉൽ ആഖിറാണ്. ഇവിടെയാണ് ലോകത്ത് ഒരു മുസ്ലിംമാർ നിന്നുകൊണ്ട് ചിന്തിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ മതം ലോകത്ത് പറയാൻ വന്ന ആള് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. നബിക്കറിയാത്തൊരു ദീൻ ലോകത്തുണ്ടാകുമോ? പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു ദീൻ ലോകത്തുണ്ടാകുമോ? ഹബീബിനറിയാത്തൊരു നന്മ ലോകത്തുണ്ടാകുമോ? ഹബീബ് പഠിപ്പിക്കാത്തൊരു പുണ്യം ലോകത്തുണ്ടാകുമോ? ഇല്ല കേട്ടോ, ഇല്ല. ലോകത്ത് നന്മയുണ്ടോ എങ്കിൽ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, തിന്മയുണ്ടോ എങ്കിൽ റസൂല് വിരോധിച്ചിട്ടുണ്ട്. അതെന്റെ വാക്കല്ലല്ലോ, ലോകത്തിന്റെ നേതാവ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വാചകമാണല്ലോ. മാ തറക്തു ശൈഅൻ യുഖർരിബുകും ഇലല്ലാഹ് ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബിഹി വമാ തറക്തു ശൈഅൻ യുബ്ഇദുകും അനില്ലാഹ് ഇല്ലാ ഖദ് നഹൈതുകും അൻ. ഇല്ല കേട്ടോ, ഒരു കാര്യവും ഞാൻ നിങ്ങളെ തൊട്ട് വിട്ടുകളഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ പ്രീതി നിങ്ങൾക്ക് വാങ്ങിത്തരുന്ന ഒരു ദിക്ർ പോലും ഞാൻ നിങ്ങൾക്ക് വിട്ടുകളഞ്ഞിട്ടില്ല. ഒരു തസ്ബീഹ് പോലും ഞാൻ നിങ്ങൾക്ക് വിട്ടുകളഞ്ഞിട്ടില്ല. ഒരു സ്വലാത്ത് പോലും ഞാൻ നിങ്ങൾക്ക് വിട്ടുകളഞ്ഞിട്ടില്ല. ഒരു അനുഷ്ഠാനം പോലും ഞാൻ നിങ്ങൾക്ക് വിട്ടുകളഞ്ഞിട്ടില്ല. ഒരു ഫിഅലോ ഒരു ഖൗലോ ഞാൻ നിങ്ങളെ തൊട്ട് വിട്ടുകളഞ്ഞിട്ടില്ല. ഇല്ലാ ഖദ് അമർതുകും ബിഹി, ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടല്ലാതെ, നിങ്ങളോട് കൽപ്പിച്ചിട്ടല്ലാതെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ലോകത്തിന്റെ നേതാവ് വിളിച്ചു പറഞ്ഞു. അതിനോട് ചേർത്ത് മഹാൻ പറഞ്ഞത്, വമാ തറക്തു ശൈഅൻ യുബ്ഇദുകും അനില്ലാഹ് ഇല്ലാ ഖദ് നഹൈതുകും അൻ. ഒരിക്കലും ഞാൻ നിങ്ങളെ തൊട്ട് വിട്ടുകളഞ്ഞിട്ടില്ല. എന്ത്? അള്ളാഹുവിന്റെ അപ്രീതി നിങ്ങൾക്ക് വാങ്ങിത്തരുന്ന, റബ്ബിന്റെ കോപം നിങ്ങൾക്ക് വാങ്ങിത്തരുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വെറുപ്പ് നിങ്ങൾക്ക് വാങ്ങിത്തരുന്ന ഒരു കാര്യവും ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. ഇല്ലാ ഖദ് നഹൈതുകും അൻ, ഞാൻ അതിനെ തൊട്ട് നിങ്ങളോട് വിരോധിച്ചിട്ടല്ലാതെ, അത് നിങ്ങളെ എതിർത്തിട്ടല്ലാതെ, അത് നിങ്ങളിൽ നിന്ന് നഹ്യ് ചെയ്തിട്ടല്ലാതെ ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതമെന്ന നിലക്ക് പറയുന്ന ഒരു കാര്യവും പൊള്ളല്ല, വെറുതെ പറയുന്നതല്ല. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യംദികു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാ വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ. വാനലോകത്തെ നക്ഷത്രങ്ങളെ ചൂണ്ടി റബ്ബ് പറയുകയാണ്, ഇല്ല കേട്ടോ, നിങ്ങളുടെ സാഹിബിന് അബദ്ധം പിണഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് പിഴച്ചു പോയിട്ടില്ല. വമാ യന്ദികു അനിൽ ഹവാ, ഒരിക്കലും തന്നിട്ട പ്രകാരം റസൂൽ സംസാരിക്കൂല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. മതമെന്ന നിലക്ക് റസൂൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ വഹയാണ്, പടച്ച റബ്ബിന്റെ വഹയാണ്, അല്ലാഹുവിൽ നിന്നുള്ള ബോധനമാണെന്ന് ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയ മഹാനാണ് റസൂലെങ്കിൽ ആ റസൂൽ നുണ പറയോ? ഇല്ല കേട്ടോ. ഒരു തസ്ബീഹ് റസൂൽ വിട്ടുകളയാതെ, ഒരു തഹ്മീദ് നബി വിട്ടുകളയാതെ, ഒരു തഹ്ലീൽ നബി വിട്ടുകളയാതെ, ഒരു നിസ്കാരം നബി വിട്ടുകളയാതെ, ഒരു നോമ്പ് വിട്ടുകളയാതെ സർവ്വതും നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അതിൽ ഈ 2 സംഗതികൾ ഉണ്ടെങ്കിൽ, ഇസ്ലാമികമായി ഉണ്ടെങ്കിൽ, അവിടെ ആണ്ടുനേർച്ച എന്നൊരു സംവിധാനം ഉണ്ടെങ്കിൽ,
ജന്മദിനാഘോഷം എന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച് എല്ലാ രംഗത്തും താല്പര്യത്തോടെ മുന്നിലേക്ക് വരുന്നവരാണെന്നതുകൊണ്ട് ഈ രംഗത്ത് മാത്രം എന്തിനു മാറി നിൽക്കണം? ബലിപെരുന്നാൾ വന്നാൽ ആരും പുറകോട്ട് പോകുന്നില്ല, ഉളുഹിയ്യത്ത് അറുക്കാൻ ആരും പുറകോട്ട് പോകുന്നില്ല, പരിശുദ്ധമായ റമദാൻ വരുമ്പോ ആരും പുറകോട്ട് പോകുന്നില്ല, ഫിത്ർ സക്കാത്തിന് ആരും പുറകോട്ട് പോകുന്നില്ല, ബലിപെരുന്നാളിനോ അതുപോലെ തന്നെ ഈദുൽ ഫിത്തറിനോ ആരും പുറകോട്ട് പോകുന്നില്ല. എന്തുകൊണ്ട്? അവിടെ റസൂല് മാതൃക കാണിച്ചു. റസൂല് എങ്ങനെയാണ് ആ ദിവസങ്ങളിൽ ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തന്നു, സ്വജീവിതം കൊണ്ട് കാണിച്ചു തന്നു. എന്നാലോ ഈ രംഗത്ത് റസൂലുള്ളാഹിന്റെ മാതൃകയുണ്ടോ? ഇല്ല. പ്രവാചക ജീവിതത്തിൽ റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വലിൽ ഏതെങ്കിലും ഒരു റബീഉൽ അവ്വൽ ഹബീബ് ആഘോഷിച്ചിട്ടുണ്ടോ? ഒരിക്കലും ആഘോഷിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ആഘോഷിച്ചിട്ടില്ല. ഇതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ലോകത്തിൽ ഇതിൽ അഭിപ്രായ ഭിന്നതയില്ലാത്ത കാര്യമാണ്. അത് തർക്കിക്കേണ്ട ഇല്ലാത്ത കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന സുസമ്മതമായ കാര്യമാണ്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുസ്ലിം ഉമ്മത്ത് അവരുടെ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു പോകുന്ന ചില അപകടങ്ങൾ, ആ അപകടങ്ങളിൽ ഒന്ന് റബീഉൽ അവ്വലിൽ സംഭവിക്കുന്നുണ്ട്. റബീഉൽ അവ്വലിൽ അത് നടക്കുന്നുണ്ട്. അവരറിഞ്ഞിട്ടല്ല. അറിഞ്ഞാൽ ഒരു മുസ്ലിം ആ റബീഉൽ അവ്വൽ ആഘോഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതറിഞ്ഞു അല്ലെങ്കിൽ അത് മനസ്സിലാക്കി ഒരു മുസ്ലിം അതിന്റെ പിന്നാലെ കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ തുടിപ്പാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിക്ക് വേണ്ടി ജീവിതം നൽകാൻ, തന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ നൽകാൻ തയ്യാറുള്ളവരാണ് മുസ്ലിം ഉമ്മത്ത്. യാതൊരുവിധ സംശയമില്ല. പലപ്പോഴും മുസ്ലിം ഉമ്മത്തിന്റെ പ്രവാചകനോടുള്ള ആ മഹബത്തിനെയാണ് ചൂഷണം ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു മുടി ഒരാൾ കൊണ്ടുവന്ന് വെച്ച് ഇതെന്റെ മുടിയാ, നിങ്ങൾ ഇതിട്ട വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് കുടിക്കൂല. അതുകൊണ്ടാണ് ഒരു മുടി കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ മുടിയാണ് എന്ന് പറയുമ്പോ ആ ഹബീബിനോടുള്ള ആദരവും സ്നേഹവും കൊണ്ട് നമ്മൾ ഓടിച്ചെല്ലുകയാണ്. അതറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് മുടിനാര് കൊണ്ടുവന്നത് റസൂലുള്ളാഹിയുടേതാണ് എന്ന് പറയുന്നത്. ഒരു കിണ്ണപ്പാത്രം കൊണ്ടുവന്ന് നിങ്ങളെല്ലാവരും ഈ പാത്രം കഴുകി കുടിക്കൂ എന്ന് പറഞ്ഞാൽ ഒരാളും അതിലേക്ക് തിരിഞ്ഞു നോക്കൂല. എന്നാൽ ഒരു കിണ്ണപ്പാത്രം കൊണ്ടുവന്ന് ഇത് ഹബീബ് വെള്ളം കുടിച്ച പാത്രമാണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഓടിച്ചെല്ലും. അതുകൊണ്ടാണ് ചില ആളുകൾ പഴയ കാലഘട്ടങ്ങളിൽ ജൂതന്മാർ അവർ മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന ചില കിണ്ണപ്പാത്രങ്ങൾ കൊണ്ടുവന്ന് കോഴിക്കോട് നഗരത്തിൽ പോലും വെച്ചുകൊണ്ട് പറഞ്ഞത് ഇത് ഹബീബ് വെള്ളം കുടിച്ച പാത്രമാണ്. അത് ഉയർത്തി കാണിച്ചപ്പോൾ ചില ആളുകൾ അത് ഫോട്ടോ എടുത്തു അത്ഭുതത്തോടെ. പക്ഷെ അത് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് അതിന്റെ ഒത്ത നടുക്ക് ഇസ്രായേലിന്റെ ചിഹ്നം അടിച്ചു വെച്ചിരിക്കുന്നു. എട്ടിപ്പോയി മുസ്ലിം ഉമ്മത്ത്. ഏതോ ജൂതൻ മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന പാത്രം കൊണ്ടുവന്ന് അത് ഹബീബിന്റെ പാത്രമാണ് എന്ന് മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാലഘട്ടം പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഏതൊരു കാര്യവും അത് റസൂലുള്ളാഹിന്റെ പേരിൽ കൊണ്ടുവരുമ്പോ ഹബീബിനെ സ്നേഹിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് അവരത് ഏറ്റുവാങ്ങുമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഇടയിൽ തന്നെ അത് മാർക്കറ്റ് ചെയ്യുന്ന, അത് കച്ചവടമാക്കി മാറ്റിയ ആളുകൾ രംഗത്ത് വരികയാണ്. അവർ ഇത്തരം സംഗതികളെ മുഴുവനും, അള്ളാഹുവിന്റെ ദീനിനെ മുഴുവനും മാർക്കറ്റ് ചെയ്യുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, പടച്ചറബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് മഹബ്ബത്തുള്ള ഒരാൾ ആ പ്രവാചക ജീവിതത്തിനെ പഠിക്കുക, ആ റസൂലുള്ളാഹിന്റെ ജീവിതത്തെ പഠിക്കുക. സാധാരണ ഞാൻ പറയാറുണ്ട്, 23 കൊല്ലക്കാലം നുബുവത്തിൻ്റെതായി ഹബീബ് ജീവിച്ചു. 40ാമത്തെ വയസ്സ് മുതൽ 63 വയസ്സ് വരെ 23 കൊല്ലക്കാലം ഹബീബിന്റെ ജീവിതത്തിൽ നുബുവത്തിന്റെ കാലഘട്ടമാണ് എങ്കിൽ ആ ജബലുൻ നൂറിലെ ഹിറയിൽ ആദ്യമായി ജിബ്രീൽ വന്ന് ഇഖ്റ, നീ വായിക്ക് എന്ന് പറയുമ്പോ അത് കേട്ടുകൊണ്ട് ആദ്യാനുഭവത്തിൽ വിറച്ച പ്രവാചകൻ ജബലുൻ നൂറിലെ ഹിറ വിട്ടിറങ്ങി ഓടുമ്പോ അന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ലോകം നുബുവത്തിൻ്റെതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഹിറയിലെ ആ ദിവസത്തെ ആ ജിബ്രീലിന്റെ ആഗമന സമയം മുതൽ ഇങ്ങോട്ട് പ്രവാചക ജീവിതത്തിന്റെ അവസാന ദിവസം വരെ ഒരാൾ പഠിച്ചു തീർക്കാൻ തീരുമാനിച്ചാൽ വലിയ ഗ്രന്ഥങ്ങൾ, വലിയ പുസ്തകങ്ങൾ അവൻ വായിച്ച് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാലും അത് പഠിച്ചു തീർക്കുക സാധ്യമല്ല, വായിച്ചു തീർക്കുക സാധ്യമല്ല. എന്നാൽ ആ 23 കൊല്ലക്കാലഘട്ടത്തിലെ ജീവിതം, ആ ജീവിതം അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ജീവിതത്തിലെ നബിയുടെ ജീവിതത്തിലെ അവസാന ദിവസം, ഈ ലോകത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കിയായ ഈ ലോകത്തെ പ്രവാചകൻ അവസാനമായി ജീവിച്ച അവസാന ദിവസം, ആ ദിവസത്തെ സുബഹി മുതൽ ആ ദിവസത്തെ ദുഹ വരെ മനസ്സിലാക്കിയാൽ മതി. അതിനപ്പുറം കൂടുതലൊന്നും പഠിക്കണ്ട. നബി ജീവിതത്തിൽ നിന്ന്
അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് ജീവിച്ച അന്തിമ നിമിഷങ്ങൾ, അവസാനത്തെ ദിവസം, അതിന്റെ സുബഹ് മുതൽ ളുഹ വരെ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട്, വെല്ലുവിളി എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട, വാ ഗുസ്തിക്ക് വാ, മല്ലയുദ്ധത്തിന് വാ എന്നുള്ള വെല്ലുവിളിയല്ല. നേരെ മറിച്ച് ആധികാരികമായ ഇസ്ലാമിക ഗ്രന്ഥം പഠിച്ച് മനസ്സിലാക്കിയ ഏതെങ്കിലും ഒരാൾക്ക് ഖണ്ഡിക്കാൻ കഴിയുമെങ്കിൽ ഖണ്ഡിക്കാമെന്ന നിലക്ക് പ്രവാചക ജീവിതത്തിലെ സുബഹി മുതൽ ളുഹ വരെ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ, ആ കൊണ്ടുവന്ന കാര്യങ്ങളെങ്കിലും പഠിച്ചിരുന്നുവെങ്കിൽ, മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ വിഷയം തന്നെ ഇവിടെ പ്രസക്തമല്ല, ഇന്നത്തെ ഈ വിഷയം തന്നെ ഇവിടെ പ്രസക്തമാകൂല. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക ജീവിതത്തിലെ അവസാന ദിവസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബിന്റെ വീട്ടിലുണ്ട്, ആയിഷുമ്മാന്റെ വീട്ടിലുണ്ട്. ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പ്രവാചകൻ അന്നത്തെ സുബഹിക്ക് കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് ഇതാ ആ പ്രഭാതത്തിൽ അഥവാ ആ സുബഹിന്റെ നേരത്ത് പള്ളിയിലേക്ക് വരണമെന്ന് റസൂലുള്ളാഹിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പ്രവാചകൻ ശാരീരികമായി തളർന്ന് ആയിഷുമ്മാന്റെ വീട്ടിൽ കഴിച്ചു കൂട്ടുകയാണല്ലോ. റസൂലുള്ളാഹിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരാൻ പോലും കഴിയാതെ ശാരീരികമായി തളർന്നു കിടക്കുന്ന വേളയിൽ ദിവസങ്ങളായി ഹബീബിന്റെ ആ അവസ്ഥ തരണം ചെയ്ത് പ്രവാചകൻ മുന്നോട്ട് പോകുമ്പോ, പ്രവാചക ജീവിതത്തിലെ അവസാന ദിവസത്തിൽ ആ മദീനത്തെ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്നുകൊണ്ട് ബിലാൽ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുമ്പോ, ആ ബാങ്ക് കേട്ടുകൊണ്ട് മദീന ഉണരുമ്പോ ആളുകൾ ചുറ്റുഭാഗത്ത് നിന്ന് അന്നത്തെ സുബഹി നിസ്കാരത്തിന് വേണ്ടി റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് വരുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമ നിൽക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ഇങ്ങനെ അണിനിരന്നു നിൽക്കുമ്പോ ബൈനമൽ മുസ്ലിമൂന ഫീ സ്വലാത്തിൽ ഫജ്രി, ആ സുബഹി നിസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ മുസ്ലിമീങ്ങളായ ആളുകൾ ഒത്തൊരുമിക്കുമ്പോ അവർക്കറിയാം റസൂലുള്ള വരൂല, ഹബീബ് വരൂല, പ്രവാചകൻ പ്രയാസത്തിലാണെന്നറിയാമെങ്കിലും ഒരൽപ്പം പ്രതീക്ഷയോടെ ആയിഷ ബീവിയുടെ ആ വീട്ടിലേക്ക് ആ സ്വഹാബികൾ ഒന്നടങ്കം നോക്കുന്ന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കുന്ന റൂമിന്റെ കർട്ടൻ, ആ കർട്ടൻ നീങ്ങുന്നത് സ്വഹാബത്ത് കണ്ടു. കശഫ സിത്ര ഹുജറത്തി ആയിഷ, ആയിഷ ബീവിയുടെ ആ ഹുജറയുടെ കർട്ടൻ നീങ്ങുന്നത് റസൂലുള്ളാഹി കാണുകയാണ്. മാത്രമല്ല ഫനലറ ഇലൈഹിം, റസൂലുള്ളാഹി ആ കർട്ടൻ മാറ്റിയിട്ട് അതിലൂടെ തലയിട്ട് പള്ളിയിലുള്ള ആളുകളെ ഒന്ന് നോക്കുകയാണ്. ഫനലറ ഇലൈഹിം, റസൂലുള്ളാഹി അവരെ നോക്കുമ്പോ വഹും സുഫൂഫ്, അവരിങ്ങനെ സഫ് കെട്ടി നിൽക്കുകയാണ്. റസൂലുള്ളാഹിയെ കണ്ട മാത്രയിൽ മുഴുവൻ ആളുകളും പ്രവാചകനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. 14-ാം രാവിൽ വാനത്ത് വിരിഞ്ഞ പൂർണ്ണനിലാവിനെ പോലെ സുന്ദരമായ വദനമുള്ള ഹബീബിനെ നോക്കുമ്പോ ഫതബസ്സമ യൽഹഖു, അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനെ നോക്കി ചിരിക്കുകയാണ്, തന്റെ സ്വഹാബത്തിനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ പുറകിലേക്ക് ഇറങ്ങുന്നു. കാരണം അദ്ദേഹം കരുതുന്നത് റസൂലുള്ളാഹി ഇപ്പോൾ വരും എന്നാണ്, നബി നിസ്കരിക്കുവാൻ ഇറങ്ങി വരും എന്നാണ് അവർ വിചാരിച്ചത്. ഫദന്ന അന്നഹു യുരീദുൽ ഖുറൂജ്, അല്ലാഹുവിന്റെ റസൂല് ഈ സുബഹി നിസ്കാരത്തിന് വരാൻ വേണ്ടിയാണ് കർട്ടൻ നീക്കിയത് എന്നാണ് അവർ ധരിച്ചത്. പക്ഷേ റസൂലുള്ളാഹി ഇറങ്ങുന്നില്ല. ഹബീബ് തലയിട്ട് പുറത്തേക്ക് നോക്കി തന്റെ സ്വഹാബത്തിനെ കണ്ണിറയെ കണ്ട് ചിരിച്ചു കൊണ്ടിരിക്കുമ്പോ ഹബീബിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ ആർക്കാണ് സാധിക്കുക? അതുകൊണ്ട് സഹാബത്ത് ഒന്നടങ്കം റസൂലുള്ളാഹിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവരുടെ അനുഭവം അവർ പിന്നെ പറഞ്ഞത്, ഞങ്ങൾ അന്ന് ആ സുബഹിക്ക് കരുതിപ്പോയി അതേ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞ്, സുബഹ് നിസ്കാരത്തിന്റെ സമയം അതിക്രമിച്ച് കിഴക്കിന്റെ ചക്രവാളത്തിൽ സൂര്യദിക്കുമോ, അങ്ങനെ ഞങ്ങളുടെ നിസ്കാരം കുഴപ്പത്തിലായി പോകുമോ എന്ന് പോലും ഞങ്ങൾ പേടിച്ചു പോയി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനെ കണ്ണിറയെ കണ്ടിട്ട് ഫഅശാറ ഇലൈഹിം അതിമ്മൂ സ്വലാത്തകും, കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു, നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ കർട്ടനിടുന്നു, പ്രവാചകൻ തന്റെ വീടിന്റെ കർട്ടനിടുന്നു. ആ ഹദീസ് അവസാനിപ്പിക്കുമ്പോ ഇമാം ബുഖാരി പറയുന്നത് അല്ലാഹുവിന്റെ റസൂല്
അതേ തന്റെ ജീവിതത്തിൽ അവസാന ദിവസമായി കഴിച്ചു കൂട്ടിയത് ആ ദിവസത്തിലാണ്. റസൂലുള്ളാഹിന്റെ അവസാന ദിവസത്തെ സുബഹിയാണത്. പ്രവാചക ജീവിതത്തിലെ അവസാന ദിവസത്തെ സുബഹിന്റെ നേരമാണത്. ആളുകൾ നിസ്കരിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിസ്കരിച്ചു. പ്രവാചകൻ ശാരീരികമായി തളർന്നിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഈ വിഷയം മാത്രം ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ സംഭവങ്ങൾ അറിയുന്നവരാണ് ഇവിടെ കൂടെയുള്ള കൂടുതലും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ദിവസം അഥവാ റബീഉൽ അവ്വൽ മാസത്തിലെ ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ തന്റെ വീട്ടിൽ കഴിയുമ്പോ ഹബീബിന്റെ വേദന കണ്ട്, പ്രയാസം കണ്ട്, ബുദ്ധിമുട്ടുകൾ കണ്ട് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെയുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഓ ഉപ്പാ, അങ്ങയുടെ പ്രയാസം എത്ര വലിയ പ്രയാസമാണ്. ഈ മോളേറ്റെടുക്കാം ഉപ്പ, അങ്ങയുടെ വേദന ഷെയർ ചെയ്യാൻ ഈ മകൾ തയ്യാറാണ് ഉപ്പ എന്ന് ഹബീബിന്റെ കരളിന്റെ ഘട്ടമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്. തന്റെ മകളോട് ഇഷ്ടമുള്ള ആളാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുകളിൽ അത് കാണാം. ഫാത്തിമ വേദനിച്ചാൽ റസൂലുള്ളാഹിക്ക് വേദനിക്കുമായിരുന്നു. ഫാത്തിമ കരഞ്ഞാൽ റസൂല് കരയുമായിരുന്നു. കാരണം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ സ്റ്റാറ്റ് പോലെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. റസൂല് ചിരിക്കുന്നത് പോലെ ചിരിക്കുന്ന, റസൂല് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന, റസൂല് നടക്കുന്നത് പോലെ നടക്കുന്ന, റസൂലുള്ള ഒപ്പിയെടുത്ത ഒരു രൂപമായിരുന്നു മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹക്കെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാമെങ്കിൽ ആ മകൾ അടുത്ത് വന്നിരുന്നുകൊണ്ട് കരയുമ്പോ റസൂലുള്ളാഹി മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് തന്റെ മകളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറയാണ്, പൊന്നുമോളെ, ലാ കർബ അലാ അബീകി ബഅദൽ യൗം. ഈ റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ ഉപ്പക്ക് വേദനയില്ല, ഉപ്പക്ക് വിഷമമില്ല, ഉപ്പക്കൊരു കർമ്മമില്ല, ഒരു ദുഃഖവുമില്ല. കാരണം ഉപ്പ മടങ്ങുന്നത് റബ്ബിലേക്കാണ്, പടച്ച റബ്ബിലേക്കാണ് എന്ന് മകളെ അടുത്ത് വിളിച്ച് ഹബീബ് പറയുകയാണ്. മകളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഉപ്പയുടെ അവസാന വേദനയാണിതെന്ന് മകളെ അറിയിക്കുകയാ. ഉപ്പ സലാം പറയുകയാണെന്ന് മകളോട് പറയുകയാ. ആ മകൾ സഹിക്കാൻ കഴിയാതെ വാവിട്ട് നിലവിളിക്കുകയാ. ഉടൻ തന്നെ റസൂല് വീണ്ടും കരയുന്ന ഫാത്തിമയെ അടുത്തേക്ക് വിളിക്കുന്നു, മാറോടണക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാറിലേക്ക് ചായുമ്പോ തന്റെ മകളെ വാരിപ്പുണർന്ന് ഹബീബ് പറയുന്നു, മോളെ നീ വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, കരയണ്ട. കാരണം അന്നീ അവ്വലു അഹ്ലു ബൈതിഹി അത്ബഉഹു. ഉപ്പ പോയാൽ ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്റെ അടുക്കലേക്ക് വന്നു ചേരുന്നത് മോളെ നീയായിരിക്കുമെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹി സന്തോഷ വാർത്ത അറിയിക്കുമ്പോ ഫളഹികത്, മഹദി ചിരിച്ചു എന്ന് ഹദീസുകളിൽ കാണാം. മഹദി സന്തോഷിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്, ആ വീടന്ന് ശോകമുഖമാണ്, ഒരാളും സംസാരിക്കുന്നില്ല. മാത്രമല്ല പ്രവാചകന്റെ സിരകളിലൂടെ വേദന പ്രഹരിക്കുകയാണ്. ഹബീബ് അത് വ്യക്തമാക്കുന്നു. ഇമാം ബുഖാരി അത് ഉദ്ധരിക്കുന്നു. ആയിഷ ബീവി അത് പറയുന്നു. ആയിഷ ബീവി വിളിച്ച് റസൂലുള്ളാഹി പറയുന്നത് എന്താണെന്നറിയുമോ? യാ ആയിഷ, നിനക്കറിയുമോ, മാ അസാലു അജിദു അലമ തആമില്ലദീ അകൽതു ബി ഖൈബറ ഫഹാദാ അവഅന വജത്തു ഖിതാ അബ്ഹരി മിൻ ദാലിക സും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാ. ആയിഷ ബീവിയോട് റസൂലുള്ളാഹി പറയുന്ന വാചകമാ, ആയിഷ, അന്ന് ഖൈബറിൽ നിന്ന് ഞാനും എന്റെ കൂടെ ചില സ്വഹാബത്തും മടങ്ങുമ്പോ ഒരു ജൂതപ്പെണ്ണ് സൽക്കരിക്കാൻ വിളിച്ചല്ലോ. എന്നിട്ട് അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതെന്ന് അന്വേഷിച്ച് അത് ആടിന്റെ കുറകാണെന്ന് മനസ്സിലാക്കി, എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ആ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഉഗ്രവശമതിൽ പുരട്ടി അത് പൊരിച്ച് ഞങ്ങളെ ഊട്ടിയല്ലോ. ഞാനും എന്റെ സ്വഹാബത്തും ആ സൽക്കാരത്തിൽ പങ്കെടുത്തു. ജൂതപ്പെണ്ണായതുകൊണ്ട് സൽക്കാരം സ്വീകരിക്കാതിരിക്കുകയല്ല, നീ ജൂതയാണ്, നിന്റെ സൽക്കാരം എനിക്ക് പറ്റൂല എന്ന് പറയുകയല്ല. നേരെ മറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇണക്കമുള്ള വ്യക്തിത്വമാണ്, മറ്റു മതസ്ഥരുമായി ഇണക്കമുള്ള ആള് തന്നെയാണ്. ആദർശം അവരോട് പറയും, എല്ലാവരോടും പറയും. പക്ഷേ മാനുഷികമായ പരിഗണന എല്ലാവരോടും റസൂൽ കാണിച്ചത് കൊണ്ട് തന്നെ അവരുടെ സൽക്കാരത്തിൽ അവർ ജൂതയായിട്ടും ഹബീബ് പങ്കെടുക്കുന്നു. പക്ഷേ റസൂലുള്ളാഹിയെ ചതിക്കുന്നു, സ്വഹാബത്തിനെ ചതിക്കുന്നു, വിഷം പുരട്ടിയ മാംസം കൊടുക്കുന്നു, റസൂല് കഴിക്കുന്നു, സ്വഹാബത്തും കഴിക്കുന്നു. കൂടെയുണ്ടായിരുന്ന ബിശ്ർ റളിയല്ലാഹു അൻഹു ഉള്ളിലേക്ക് ഇറക്കിയപ്പോ അവിടെ തന്നെ വീണ് മരിക്കുന്നു, പിടഞ്ഞു വീണ് മരിക്കുന്നു. ഹബീബിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി. പക്ഷേ അല്ലാഹു കൊടുത്തൊരു ഓഫറുണ്ട് റസൂലുള്ളാഹിക്ക്. എത്ര തന്നെ ഉഗ്രവിഷമായിരുന്നാലും
വല്ലാഹു യഅസിമുക മിനന്നാസ്. ദൗത്യം പൂർത്തിയാക്കാതെ ഓ നബിയേ ആര് വിചാരിച്ചാലും അങ്ങയെ വധിക്കാൻ കഴിയൂല, അങ്ങയെ കൊല്ലാൻ കഴിയൂല. വല്ലാഹു യഅസിമുക മിനന്നാസ്. അല്ലാഹു നിങ്ങൾക്ക് സംരക്ഷണം തന്നിട്ടുണ്ട് എന്നത് അല്ലാഹു കൊടുത്ത ഓഫറാണല്ലോ ഹബീബിന്. അതുകൊണ്ട് ഉഗ്രവശം ഹബീബിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയെങ്കിലും ഒരു ചുക്കും ഹബീബിന് സംഭവിക്കുന്നില്ല. റസൂലുള്ള പെണ്ണിനോട് ചോദിക്കുകയാണ്, നീ വിഷം പുരട്ടിയോ? അവര് പറഞ്ഞു, അതെ വിഷം പുരട്ടി. എന്തിനാ നീ അത് ചെയ്തത്? അവര് പറയുകയാണ്, നബിയെ നിങ്ങൾ ഹഖായ നബി തന്നെയാണോ എന്നറിയാൻ ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾ സത്യപ്രവാചകനാണോ എന്നറിയാൻ ടെസ്റ്റ് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു പോന്നു. അവരെ വധിക്കാനോ അവരെ കൊല്ലാനോ അവരെ ഇല്ലായ്മ ചെയ്യാനോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായില്ലെന്ന് മാത്രമല്ല, പ്രവാചകൻ അവർക്ക് വാപ്പ് കൊടുക്കുകയാണ്. ഹബീബ് മടങ്ങി പോരുകയാണ്. എന്നാൽ മരിക്കുന്ന മരണക്കിടക്കയിൽ കിടന്ന് ആയിഷുമ്മാന്റെ മടിയിൽ കിടന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കുകയാണ് ആ ദിവസം. എന്നിട്ട് പറയുന്നു, ആയിഷ നിനക്കറിയുമോ എന്റെ ശാരീരികാവസ്ഥ എന്തെന്ന് നിനക്കറിയുമോ? മാ അസാലു അജിദു അലമത്തഅമില്ലദി അകൽതു ബി ഖൈബറ ഫഹാദാ അവനു ബജത്തുൻ ഗിതാ അബ്ഹരി മിൻ ദാലിക സുന്ന്. അന്ന് ആ ജൂതപ്പെണ്ണ് എനിക്ക് വിഷമൂട്ടിയ ആ ഇറച്ചി തന്ന് ആ വിഷം എന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയെങ്കിൽ ഇതുവരെ എന്റെ ശരീരത്തിൽ അത് പിടിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, അത് പിടിച്ചു നിർത്തപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്നെന്റെ സിരകളിലൂടെ ആ വിഷം ഇങ്ങനെ പടർന്നു കയറിക്കൊണ്ടിരിക്കുന്നു ആയിഷ. മാത്രമല്ല അതെത്രമാത്രം എന്നെ പ്രയാസപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, എന്റെ നാഡികളും എന്റെ നരമ്പുകളും കഷ്ണം കഷ്ടമായി മുറിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നു ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ കിടന്നു പറയുന്നു. എന്തേ ആ നേരത്ത് റസൂലുള്ളാഹിക്ക് ആ വേദന കൊണ്ടുവന്നത്? അതിന് വേറെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അത് ശുഹദാ എന്ന പദവി റസൂലുള്ളാഹിക്ക് കൊടുക്കാനാ. ഹബീബിന് ശുഹദാ എന്ന പദവി കൂടി കിട്ടണം, അതിനു വേണ്ടിയാണ് ആ വേദന കൊണ്ടുവന്നത്. അതും റസൂലുള്ളാഹിക്ക് നല്ലത് തന്നെയാണ്. ഏതായിരുന്നാലും ആ വേദന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുമ്പോ പ്രവാചകൻ പറയുന്നു, അത് എനിക്കൊന്ന് മൂടിത്തരണം. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്ക് പരിക്കുന്നത് പോലെ എനിക്ക് പനിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറയുമ്പോ ഒരു തുണി കൊണ്ടുവന്നു, കട്ടിയുള്ളൊരു തുണി. എന്നിട്ട് റസൂലുള്ളാഹിയെ പുതപ്പിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറിയൊരു ആശ്വാസം പോലെ ആ തുണി ഇട്ടപ്പോ പ്രവാചകൻ അത് മുഖത്തേക്ക് വലിച്ചിടുന്നു. പിന്നെയോ കുറച്ച് കഴിയുമ്പോൾ മുഖത്ത് നിന്ന് റസൂലുള്ളാഹി അസ്വസ്ഥതയോടെ ആ തുണി മാറ്റിക്കളയുന്നു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് ആ തുണി വലിച്ചിടുന്നു. വീണ്ടും തട്ടിക്കളയുന്നു ഹബീബ്. കാരണം അല്ലാഹുവിന്റെ റസൂല് വഫാത്തായിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ അസ്വസ്ഥത റസൂല് കാണിക്കുന്നത്. അതിനിടയിൽ ഹബീബിന്റെ ചെഞ്ചുണ്ടുകൾ ചലിക്കുന്നത് ആയിഷ ബീവി കാണുന്നു. ആയിഷ ബീവി എന്താണ് ആ നേരത്തെ ഹബീബ് പറയുന്നത് എന്നറിയാൻ തന്റെ ചെവി റസൂലുള്ളാഹിയുടെ ചെഞ്ചുണ്ടോട് അടുപ്പിക്കുമ്പോ അവിടെ കിടന്ന് ഹബീബ് പറഞ്ഞത്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസറാ ഇബ്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദികൾ അവർ മൂസാ നബിയുടെ അനുയായികളായി കടന്നു വന്നവരാ, തൗറാത്തിന്റെ അഹ്ലുകാരാ. അതുപോലെ നസ്വാറാക്കൾ അല്ലാഹുവിന്റെ പ്രവാചകനായ ഇന്നും മരിച്ചിട്ടില്ലാത്ത വാനലോകത്ത് ജീവിച്ചിരിക്കുന്ന റൂഹുല്ലാഹ് എന്ന സ്ഥാനം കിട്ടിയ ഉലുൽ അസ്മുകളിൽപ്പെട്ട ഈസാ നബിയുടെ അനുയായികളാണ് നസ്വാറാക്കൾ. ഇഞ്ചീൽ വേദഗ്രന്ഥമായി നൽകപ്പെട്ടവരാണവർ. ഈ യഹൂദികളും നസ്വാറാക്കളും അല്ലാഹുവിന്റെ ലഅനത്തിന് വിധേയരായി. അല്ലാഹുവിന്റെ ലഅനത്തിന് അവർ വിധേയരായി. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ ലഅനത്തിന് അവർ വിധേയരായതെന്നറിയുമോ? ഇത്തഹദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അവർക്കിടയിൽ ജീവിച്ച ഏതെങ്കിലും ഒരാളെ പിടിച്ച് അടിച്ചു കൊന്നോ, വിഷം കൊടുത്തോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് വകവരുത്തിയോ, അല്ലെങ്കിൽ സ്വന്തമായി തന്നെ ജീവൻ പോയപ്പോ പിടിച്ച് കബറടക്കി അവരുടെ കബർ കെട്ടിപ്പൊക്കി അത് ആരാധനാ കേന്ദ്രമാക്കി എന്നല്ല പറയുന്നത്. നേരെ മറിച്ച് വേദനിച്ചു കിടക്കുന്ന നേരത്ത്, അവസാന ശ്വാസം പ്രവാചകൻ വലിച്ചുവിടുന്ന നേരത്ത് ആ വേദന കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ കിടന്ന് പറയുന്നു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ.
അതേ അള്ളാഹുവിന്റെ ലഅനത്തിന് യഹൂദികളും നസ്വറാക്കളും വിധേയരായത് അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയത് കൊണ്ടാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ കുറച്ചു നേരം കൂടി ഈ ലോകത്ത് ജീവിച്ചു. അള്ളാഹുവിന്റെ റസൂൽ കുറെ നേരം കൂടി അവിടെ ജീവിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചു നേരം കൂടി ജീവിച്ച് അവസാനം ദുഹയുടെ സമയമായപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, എന്റെ നെഞ്ചത്ത് അള്ളാഹുവിന്റെ റസൂൽ ചാരിക്കിടന്നു, പ്രവാചകൻ ചാരിക്കിടന്നു. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. ഒരു തോൽപാത്രത്തിലാണ് വെള്ളം കൊണ്ടുവന്നത്. രണ്ടു കൈയും പ്രവാചകൻ ആ വെള്ളത്തിലേക്ക് ഇട്ടു. എന്നിട്ട് ആ രണ്ടു കൈ കൊണ്ടും നനഞ്ഞ കൈ കൊണ്ട് മുഖം തടവി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത്, ഇന്നലിൽ മൗതി സകറാത്ത്, ഇന്നലിൽ മൗതി സകറാത്ത്. മരണം അസഹനീയമാണ്, മരണം അനിർവചനീയമാണ് എന്ന് ഹബീബ് അവിടെ കിടന്ന് പറയുന്നു. എന്നിട്ടോ പ്രവാചകൻ തന്റെ കൈ ഇങ്ങനെ ഉയർത്തുന്നു, തന്റെ വിരൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് പറയുന്നു, ഫിർറഫീഖുൽ അഅ്ലാ, ഫിർറഫീഖുൽ അഅ്ലാ, ഫിർറഫീഖുൽ അഅ്ലാ. അല്ലാഹുവിന്റെ റസൂൽ അത് പറയുന്നതിനിടയിൽ പിന്നെയും പറയുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. അല്ലാഹുവേ, നിന്നോട് ഞാൻ മഗ്ഫിറത്ത് ചോദിക്കുകയാ, മർഹമത്ത് ചോദിക്കുകയാ റബ്ബേ. റഫീഖുൽ അഅ്ലയിലേക്ക്, റഫീഖുൽ അഅ്ലയിലേക്ക് എന്ന് റസൂൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹബീബിന്റെ ശബ്ദം നിശ്ചലമായി. ആയിഷ ബീവി പറയാണ്, എന്തേ റസൂൽ ഒന്നും പറയാത്തത് എന്നറിയാൻ എന്റെ നെഞ്ചത്ത് കിടക്കുന്ന ഹബീബിന്റെ മുഖം കാണാൻ ഞാൻ റസൂലുള്ളാഹിയെ ഒന്ന് എത്തി നോക്കുമ്പോ എന്റെ മാറിടത്തിൽ നിന്ന് ഹബീബിന്റെ തല ചരിഞ്ഞു പോകുമ്പോ ഇരു കരങ്ങൾ കൊണ്ടും ഞാൻ ഹബീബിനെ കെട്ടിപ്പിടിച്ചു. ഞാൻ എന്റെ മാറിടത്തിലേക്ക് ഹബീബിനെ അമർത്തുമ്പോൾ ഞാൻ അറിഞ്ഞു റസൂലുള്ളാഹിയുടെ ശ്വാസം നിലച്ചു പോയത്, ഹബീബിന്റെ ഹൃദയമിടിപ്പ് നിന്നു പോയത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന മലക്കുകളുടെ ആശീർവാദം കേട്ട് ഹബീബിന്റെ തലയുടെ ഭാഗത്തിലൂടെ റസൂലുള്ളാഹിന്റെ റൂഹ് റഫീഖുൽ അഅ്ലയിലേക്ക് ഉയർന്നു പോയത് ഞാൻ അറിഞ്ഞുവെന്ന് ആയിഷ ബീവി പഠിപ്പിച്ചുവെങ്കിൽ, സുഹൃത്തുക്കളെ, ഇത് സംഭവിച്ചത് റബീഉൽ അവ്വലിലാണ്. ഇത് നടന്നത് ഒരു റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വലിലെ ആദ്യ ദിനങ്ങളിലാണ്. ആ റബീഉൽ അവ്വലിലെ ആദ്യ ദിവസങ്ങളിലാണെന്ന കാര്യത്തിൽ ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. ആ റബീഉൽ അവ്വൽ മാസത്തിൽ മുസ്ലിം ഉമ്മത്ത് തെരുവിലാണ്. എന്നിട്ട് അവർ കേക്ക് മുറിക്കുകയാണ്, ആഘോഷം നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ചോദിക്കട്ടെ, ലോകത്ത് റസൂലുള്ളാഹി വഫാത്തായത് റബീഉൽ അവ്വലിലാണ് എന്ന കാര്യത്തിൽ തർക്കമുള്ള ഏതെങ്കിലും ഒരു ഉസ്താദ് ഉണ്ട് എങ്കിൽ, ലോകത്ത് ഏതെങ്കിലും ഒരു ഉസ്താദ് ഉണ്ട് എങ്കിൽ അവർ പരസ്യമായി നോട്ടീസ് അടിച്ചിറക്കട്ടെ. റസൂലുള്ളാഹി വഫാത്തായത് റബീഉൽ അവ്വലിലല്ല എന്ന് പറയാൻ ലോകത്തൊരു മനുഷ്യനും ധൈര്യം കാണിക്കൂല. നബി ജീവിതം അറിയുന്ന ഒരാളും അത് പറയൂല. ഇനി അതല്ല, ആർക്കെങ്കിലും അതറിയണമെങ്കിൽ ഹബീബിന്റെ ജീവിതത്തെ കുറിച്ച് വിശദീകരിക്കുന്ന റസൂലുള്ളാഹിന്റെ ജീവചരിത്രം അടങ്ങുന്ന ധാരാളം പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് റസൂലുള്ളാഹി ലോകത്ത് നിന്ന് വഫാത്തായ മാസം ഏതാണ് എന്ന് പരിശോധിച്ചാൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചത് കാണാം, അത് റബീഉൽ അവ്വലിലാണ് എന്ന്. എന്നാൽ ആ റബീഉൽ അവ്വൽ മാസത്തിൽ മുസ്ലിം ഉമ്മത്ത് റസൂലുള്ളാഹിയോട് മാന്യത കാണിച്ചിട്ടുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് പറയൂ, ഹബീബിനോട് മാന്യത കാണിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹിയോട് മാന്യത കാണിച്ചിട്ടുണ്ടോ? ഹബീബിനോട് മാന്യത കാണിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി ഞാൻ ചോദിക്കുന്നു. ഈ പന്മനയിൽ വഫാത്തുൻ നബി എന്ന വിഷയത്തെ അധികരിച്ചു കൊണ്ടൊരു 3.5 മണിക്കൂർ വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചത് ഓർക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ CD ഇറങ്ങിയപ്പോ എറണാകുളം ജില്ലയിലെ ഒരു പള്ളിയിലെ സെക്രട്ടറി അദ്ദേഹം ഒരു കൂട്ടുകാരനോട് പറഞ്ഞു വിട്ടു, എനിക്ക് ആ ഉസ്താദിനെ ഒന്ന് കാണണം, ഞാൻ രോഗശയ്യയിലാണ്, എന്നെ വന്നൊന്ന് കാണാൻ പറയണം. നടന്നു പോയി കാണാൻ കഴിയുമെങ്കിൽ ഞാൻ അയാളെ അങ്ങോട്ട് പോയി കാണുമായിരുന്നു. പക്ഷേ നടക്കാൻ എനിക്ക് കഴിയൂല. ഞാൻ ശയ്യാവലംബിയായതുകൊണ്ട് വർഷങ്ങളോളം ഒരു പള്ളിയുടെ മഹല്ലത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആള് എന്ന നിലക്ക് എന്നെ വന്നൊന്ന് കാണാൻ അദ്ദേഹത്തോട് പറയണം.
വേറെ ഒരു പരിഗണനയും എനിക്ക് തരണ്ട എന്ന് പറഞ്ഞു. ആ സഹോദരൻ ഒരാളെ വിടുമ്പോ ഞാനൊരു ദിവസം ഒരു മഗ്‌രിബിന് ശേഷം ആ പ്രദേശത്ത് ചെന്നപ്പോ രോഗിയായി കിടക്കുന്ന മനുഷ്യനെ കാണാൻ പോയി. അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഈ തൊട്ടടുത്ത പള്ളിയിൽ 14 വർഷത്തിലധികം മഹലിൽ ജോലി ചെയ്ത മഹലിൽ പ്രസിഡന്റ് ആയിരുന്ന ആളാ ഞാൻ. പക്ഷേ ഈ അവസ്ഥയിൽ ഇവിടെ കിടന്നിട്ടാണ് വഫാത്തുൻ നബി എന്ന പ്രസംഗം ഞാൻ കേൾക്കുന്നത്. ആ പ്രസംഗം ഇങ്ങനെ നടത്തിയതിനിടയിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വന്ന് തറച്ചത് എന്റെ ഖൽബിലാണ്. കാരണം റസൂലുള്ളാഹി വഫാത്തായത് റബീഉൽ അവ്വലിലാണ് എന്ന വിവരമുണ്ടായിട്ട് റസൂലുള്ളാഹി വഫാത്തായ മാസത്തിൽ നിനക്കെങ്ങനെ ആഘോഷിക്കാൻ കഴിഞ്ഞടാ, നിനക്കെങ്ങനെ സന്തോഷിക്കാൻ കഴിഞ്ഞടാ എന്ന ചോദ്യം നിങ്ങൾ പ്രസംഗത്തിന്റെ ആ കരുത്തിന് വേണ്ടി ചോദിച്ചതാണോ അല്ലേ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ആ ചോദ്യം എന്റെ മനസ്സിൽ വന്നു തറച്ചത് ഇവിടെ കിടക്കുന്ന നേരത്ത് ഞാൻ അനുഭവിച്ച ആ വേദന ഇന്നും മാറാതെ നിൽക്കുന്നുവെന്ന് ആ മനുഷ്യൻ അവിടെ കിടന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം തന്റെ അനുഭവം പറയുകയാണ്. എത്രയോ മനുഷ്യരെ കൊണ്ട് ഞാൻ അത് ആഘോഷിപ്പിച്ചു, എത്രയോ റബീഉൽ അവ്വലുകൾക്ക് ഞാൻ പിരിവ് നടത്തി, എത്രയോ ആഘോഷങ്ങൾക്ക് ഞാൻ നേതൃത്വം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എന്റെ ഹബീബ് വഫാത്തായ മാസമാണത് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരക്ഷരം പോലും ഞാൻ ആ മാസത്തിൽ അവർക്ക് അനുകൂലമായി പറയില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ പോരാടാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമായിരുന്നുവെന്ന് വന്ധ്യവയോധികനായ മനുഷ്യൻ തന്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് പറഞ്ഞത് വളരെയധികം വേദനയും സന്തോഷവും ഒരുപോലെ മനസ്സിലുണ്ട്. ആ ഒരു അനുഭവം ഞാൻ ഓർത്തെടുക്കുകയാണ്. ഞാനിത് പറയുന്നത് അറിയുന്നവൻ, ഇത് മനസ്സിലാക്കിയവൻ ഈ കൂത്താട്ടത്തിന് നിൽക്കൂല. എന്നാൽ നമ്മൾ കേക്ക് മുറിച്ചവർ, ഹാപ്പി ബർത്ത്ഡേ ടു യു റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കേക്ക് മുറിക്കുന്നവൻ ആരോടായി പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ? ആരാണ് ജൂതന്റെ ആചാരം കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ പേരിൽ നടത്തുന്നത്? കേക്ക് മുറിക്കുന്ന ആചാരം, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ് കേക്ക് മുറിക്കുന്ന ആചാരം അബൂബക്കറിനുണ്ടായോ, ഉമറുൽ ഫാറൂഖിനുണ്ടായോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനുണ്ടായോ, അലി ഇബ്നു അബീ താലിബിനുണ്ടായോ, ഫാത്തിമ ബീവിക്കുണ്ടായിരുന്നോ റളിയല്ലാഹു അൻഹു? അള്ളാഹുവിന്റെ തൃപ്തി കരഗതമാക്കിയവരല്ലേ അവര്? അവരുടെ ജീവിതത്തിൽ അതുണ്ടായോ? ഒരിക്കലുമില്ല. ഒരു കൊല്ലം അവർക്ക് നഷ്ടപ്പെട്ടാൽ വേദനയായിരുന്നു, ഒരു ദിവസം അവർക്ക് നഷ്ടപ്പെട്ടാൽ വേദനയായിരുന്നു. കാരണം അത്രയും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഞങ്ങൾ എന്ന ബേജാറായിരുന്നു അവർക്ക്. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഈ ദുരാചാരം നടത്തുന്ന ആളുകൾ ആ മാസം മുഴുവൻ അങ്ങനെ കൂത്താടി നടന്നു, പാട്ടുപാടി നടന്നു, ആഘോഷിച്ചു നടന്നു. ഫബിദാലിക ഫൽയഫ്റഹു, സന്തോഷിക്കാൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അള്ളാഹിന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ച് നടന്നു. എന്നാൽ നിങ്ങൾ സഹോദരങ്ങളെ ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്കണം. ഇനി ഏതെങ്കിലും ഒരു ഉസ്താദിനോട് നിങ്ങൾ പോയി ചോദിക്കണം, സ്നേഹത്തോടെ തന്നെ, വെറുപ്പോടെയല്ല, എന്തേ ഹബീബ് വഫാത്തായ മാസത്തിൽ നമ്മൾ ആഘോഷിക്കാത്തത്? ആ അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായ മാസത്തിൽ എന്തേ നമ്മൾ ആഘോഷിക്കുന്നത്? റസൂലുള്ളാഹി വഫാത്തായ മാസത്തിൽ എന്തേ ഈ രൂപത്തിലുള്ള ഈ ആഹ്ലാദ പ്രകടനങ്ങൾ നമ്മൾ നടത്തുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ അവർ നൽകുന്ന മറുപടിയുണ്ട്. ഞാൻ ആ മറുപടി വായിച്ച് ഞെട്ടിപ്പോയി. നിങ്ങൾക്കും ആ പുസ്തകം കിട്ടും. ഫതാവ നെല്ലിക്കുത്തി എന്ന് പറയുന്ന പുസ്തകമുണ്ട്, പൂങ്കാവനമാണിത് പുറത്തിറക്കിയത്. ആ പുസ്തകത്തിൽ ഈ ചോദ്യമുണ്ട്, റസൂലുള്ളാഹി വഫാത്തായ മാസം തന്നെ, എന്നിട്ടും എന്തേ ദുഃഖിക്കാത്തതെന്നറിയുമോ? റസൂലുള്ളാഹി വഫാത്തായതിൽ ദുഃഖിക്കേണ്ടതില്ല, നബി വഫാത്തായതിൽ ദുഃഖിക്കേണ്ടതില്ല എന്ന് പച്ച മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു. വേണമെങ്കിൽ അതിന് കിതാബത്തിൽ ഉദ്ധരിക്കാനും ആളുകൾ റെഡിയാണ്. എന്നാൽ ലോകത്ത് സ്വഹാബത്തിന് അത് മനസ്സിലായിട്ടില്ല കേട്ടോ. ഈ ദീൻ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന് മനസ്സിലായിട്ടില്ല, ഉമറുൽ ഫാറൂഖിന് മനസ്സിലായിട്ടില്ല, അലി ഇബ്നു അബീ ത്വാലിബിന് മനസ്സിലായിട്ടില്ല, ബിലാൽ മുഅദ്ദിന് മനസ്സിലായിട്ടില്ല, മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായിട്ടില്ല. ലോകത്ത് കഴിഞ്ഞു പോയ മുൻഗാമികളായ പൂർവസൂരികളായ ആളുകൾക്ക് അത് മനസ്സിലായിട്ടില്ല. പ്രിയമുള്ളവരെ, വിശദീകരിക്കാൻ നേരമില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആലുവയിലോ എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അത് കേൾക്കാം, അല്ലെങ്കിൽ അതിന്റെ CD കേൾക്കാം. വിശദമായി 1.5 മണിക്കൂർ നേരം ഞാൻ പറയുന്നുണ്ട്. ഓരോ സ്വഹാബികളും അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം എങ്ങനെയായിരുന്നു അവർ പ്രതികരിച്ചത് എന്ന് വളരെ വിശദമായി പറയുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത്, അവർക്കുണ്ടായ അനുഭവങ്ങൾ, അവർക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ, അള്ളാഹുവിന്റെ റസൂല് വഫാത്തായതിനു ശേഷം നബി വഫാത്തായതിൽ ദുഃഖിക്കേണ്ടതില്ല എന്നാണോ അവർ മനസ്സിലാക്കിയത്? ഒരിക്കലുമല്ല. നേരെ മറിച്ച് അവർ വേദനകൾ പങ്കുവെക്കുന്നു. എത്രത്തോളം ഹബീബുമായി ബന്ധപ്പെട്ട്
ഏറ്റവും വലിയ വ്യക്തിത്വമാരാ? മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണല്ലോ, റസൂലുള്ളാഹിന്റെ മകളാണല്ലോ. ആ മകളെ സംബന്ധിച്ച് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമുള്ള ചരിത്രം രേഖപ്പെടുത്തുമ്പോ വ്യക്തമായി എഴുതി വെച്ചത് കാണാം. എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്നറിയുമോ? മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ വഫാത്ത് കഴിഞ്ഞു ഈ ലോകത്ത് ഒരു റിപ്പോർട്ട് പ്രകാരം 6 മാസം ജീവിച്ചിട്ടുണ്ട്. വേറെ ഒരു റിപ്പോർട്ട് പ്രകാരം 3 മാസം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒന്നുകിൽ 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ആ 6 മാസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഇവിടെ ജീവിച്ചിട്ട്, അല്ലെങ്കിൽ 3 മാസം റസൂലുള്ളാഹിന്റെ മകൾ ഇവിടെ ജീവിച്ചിട്ട്, ഫമാ റഅയ്തു ലാഹിക ബഅദ വഫാത്തി അബീഹാ, ഒരു തവണ പോലും മഹദി പിന്നെ ചിരിച്ചിട്ടില്ല. ഒരു തവണ പോലും, 6 മാസത്തിൽ ഒരു തവണ പോലും, 3 മാസത്തിൽ ഒരു തവണ പോലും ഹബീബ് വഫാത്തായിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ആരാ? ഞാനല്ല, നേരെ മറിച്ച് അബൂ നഈം തന്റെ മഅരിഫത്തു സ്വഹാബയിൽ പറയുന്നത് കാണാം. ഇബ്നുൽ ലതീർ അദ്ദേഹത്തിന്റെ ഉസ്തുൽ ഗാബയിൽ പറയുന്നത് കാണാം. വേറെയും ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. എന്ത്? മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ 6 മാസമോ 3 മാസമോ പ്രവാചകന് ശേഷം ഇവിടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ല. അത്രമാത്രം വേദന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വേർപെട്ടതിൽ ആ സ്വഹാബികൾക്കുണ്ടായിരുന്നു. ബിലാൽ മുഅദ്ദിൻ നാട് വിട്ടു പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ഉസ്താദ് പറയാ, നോ പ്രോബ്ലം, നബി വഫാത്തായ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് പറയാം, ഹുബ്ബുർ റസൂൽ, ഞങ്ങൾ മഹബ്ബത്തുർ റസൂലിൻ്റെ ആളുകളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. ആരാ ഇവിടെ കബളിപ്പിക്കപ്പെടുന്നത്? ആരെയാണ് ഇവർ പറ്റിക്കുന്നത്? ആരെയാണ് ഇവർ കബളിപ്പിക്കുന്നത്? ജന്മദിനം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ജന്മദിനം എന്ന് പറഞ്ഞ് ആഘോഷിക്കുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചോദിച്ചു. വേറൊരു അനുഭവം ഞാൻ പറയാം. വഫാത്തുൻ നബി എന്ന വിഷയം കൊച്ചിയിൽ ഒരു സ്ഥലത്ത്, ഒരു ഗല്ലി പോലെ ഒരു സ്ഥലത്ത് ഞാനൊരിക്കൽ പ്രസംഗിച്ചു. റബീഉൽ അവ്വലിനോട് അടുത്ത് നിൽക്കുന്ന സമയമാണ്. നബിയുടെ 4 ദിവസത്തെ ജീവിതം, വഫാത്താകുന്നതിന് മുമ്പുള്ള 4 ദിവസത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ആ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തുള്ള കുറച്ച് ചെറുപ്പക്കാർ തീരുമാനിച്ചു, എന്തായാലും ആ ചോറ് ഞങ്ങളുടെ തൊള്ളയിലിടൂല. അതാണല്ലോ എല്ലാവരെയും പിടിപ്പിക്കുന്ന അവിടെയാണല്ലോ, അടിതെറ്റുന്ന അവിടെയാണല്ലോ. അടിതെറ്റുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഒരുത്തം വന്നിട്ടൊരു ഫത്വ ചോദിക്കുകയാണ്. എന്താ ചോദ്യം എന്നറിയോ? മൗലവി, അറുത്ത് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? ആർക്ക് അറുത്ത് കൊടുക്കണത്? അല്ല, ഒരു പോത്തിന് അറുത്ത് കൊടുക്കണ വല്ല തെറ്റുണ്ടോ എന്നാ ചോദ്യം. എന്താ കാര്യം പറയുന്നത്? വ്യക്താക്കി. എന്തിനാ നിങ്ങൾ അറുക്കണത്? എന്തിനാ നിങ്ങൾ അറുക്കുന്നത്? ഉടനെ ആ ചങ്ങാതി പറയുന്നത്, എൻ്റെ വാപ്പാൻ്റെ റൂഹ് പോയി കിട്ടാനാണ്. വാപ്പാൻ്റെ റൂഹ് വേഗത്തിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് അറുക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ അറുക്കണൻ്റെ വിരോധമില്ല, എൻ്റെ റൂഹൊന്ന് പോയി കിട്ടാൻ അർത്ഥം വളരെ നന്നായിരുന്നു. കാരണം ഇങ്ങനൊരു മോൻ ലോകത്തുണ്ടാകാൻ പാടില്ല. വാപ്പാൻ്റെ റൂഹ് പോയി കിട്ടാൻ അറുക്കുന്ന മക്കള് മനസ്സിലാക്കണം. കാര്യം എന്താ? വാപ്പ രോഗിയാണ്. ഇവർ രാവിലെ ഓഫീസിൽ പോകാൻ നേരത്ത് വാപ്പക്ക് ഗുളിക വാങ്ങേണ്ടി വരുന്നു. വാപ്പയുടെ ആ കിടക്കയുടെ അടുക്കൽ നിൽക്കേണ്ടി വരുന്നു. വാപ്പയെ ശുശ്രൂഷിക്കേണ്ടി വരുന്നു. അവിടെ വാപ്പയുടെ റൂഹൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് പോത്തിന് അറുത്ത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? സുബ്ഹാന ജല്ല ജലാലു. ചിന്തിക്കണം. എന്നിട്ട് ഈ അർത്ഥത് ആരെ കൊണ്ടാണ് തീറ്റിക്കണത്? എൻ്റെ വാപ്പാന്റെ റൂഹ് പോകാൻ വേണ്ടി അറുത്ത് കൊടുക്കുന്നത് ആരെ കൊണ്ടാണ് നീ തീറ്റിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ അണ്ണാക്കിലിടാൻ വരിക. സുഹൃത്തുക്കളെ, ഈ വേസ്റ്റ് ഞങ്ങളുടെ അണ്ണാക്കിലിടരുത്. ഈ സമുദായത്തോട് നിങ്ങൾ ക്രൂരത ചെയ്യരുത്. അങ്ങനല്ല. നമ്മുടെ കഴിഞ്ഞ ദിവസം പള്ളിമുക്കലിൽ കണ്ടത് എന്തായിരുന്നു? 63 ചെമ്പ് ആ റോഡ് സൈഡിൽ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചത്. എന്തൊരു മഹബത്താ നിങ്ങൾ ആലോചിക്കുക. 63 ചെമ്പ് ഹൈവേ സൈഡിലിട്ട് ഇങ്ങനെ വേവിച്ച് ദമ്മാക്കിയിട്ട് അണ്ണാക്കിലേക്ക് ഇടാൻ. തിന്നോടാ, നിന്റെ റസൂല് വഫാത്തായ മാസം ഞങ്ങൾ ആഘോഷിക്കുക, നിന്റെ അണ്ണാക്കിൽ ഇതിട്ടോ എന്ന് പറഞ്ഞ് അതിങ്ങനെ ഇട്ട് തരുമ്പോ എന്തിനാ സഹോദരങ്ങൾ അത് ഉള്ളിലേക്ക് ഇറക്കുന്നത്? എങ്ങനെ ഇറക്കാമത്? എങ്ങനെ ഇറക്കാൻ കഴിയും? വാപ്പാന്റെ റൂഹ് പോകാൻ വേണ്ടി അർത്ഥതും അതുപോലെ തന്നെ റസൂല് വഫാത്തായ മാസത്തിൽ ഇവൻ ആഘോഷിച്ചിട്ട് ഉണ്ടാക്കുന്നതും അത് മുഴുവനും നമ്മളെ കൊണ്ട് തീറ്റിക്കുന്ന, നമ്മുടെ മക്കളെ കൊണ്ട് തീറ്റിക്കുന്ന ഈ തോന്നിയാസം. ഇന്ന് അവൻ വേണമെങ്കിൽ തിന്നോട്ടെ, നമുക്ക് പ്രശ്നമില്ല. അവൻ തിന്നോട്ടെ, വയറ് നിറയെ തിന്നോട്ടെ, പള്ളം നിറയെ തിന്നോട്ടെ, നമുക്ക് പ്രശ്നമില്ല. നേരെ മറിച്ച് ഇത് ഹലാല് കഴിക്കുന്ന മനുഷ്യന്റെ വയറ്റിലും കൊണ്ടുവന്ന് ഇവിടെ ഇടാൻ ശ്രമിക്കണം. അതുകൊണ്ട് സൂക്ഷിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാട്ടെ. 63 ചെമ്പ് ആണ് പള്ളിമുക്കിൽ റസൂലുള്ളാഹിയോട് ഹുബ്ബ് കൊണ്ടിട്ട് ബിരിയാണി വെച്ച് കൊടുത്ത്. 63 ചെമ്പ് ബിരിയാണി. 63 കൊല്ലം റസൂൽ ജീവിച്ചിട്ടുണ്ട്. ഓരോ ബർത്ത്ഡേക്ക് ഓരോ ചെമ്പ്. എൻ്റെ ചെമ്പ് ആണല്ലോ ഹബീബിന്. നിന്റെ ചെമ്പ് കിട്ടിയിട്ട് വേണ്ടേ ഹബീബിന്?
ആ ഹബീബിന് ദറജ കിട്ടാൻ, ആ ഹബീബിന് ഉയർച്ച കിട്ടാൻ ഇവൻ റോഡ് വക്കത്തിട്ട് വെച്ചു കൊടുക്കുന്ന വിളമ്പുന്ന ആ ചെമ്പ് ബിരിയാണി കിട്ടുവാണല്ലോ ഹബീബിന് ദറജ കിട്ടാൻ. എന്താ ഇവന്റെയൊക്കെ വിചാരം? 63 ചെമ്പ് റോഡിലിട്ടിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാണ്, പൊങ്കാല നടത്തുന്ന പോലെ. സാധാരണ റോഡ് വക്കത്തൊക്കെ നടത്തുന്ന അങ്ങനെ പൊങ്കാലയാണ്. അത് നടത്തുന്ന പോലെ റോഡ് പക്കത്ത് ഇങ്ങനെ നിരത്തിയിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് ഭയങ്കര കാര്യമായിട്ട് സമൂഹ മധ്യത്തിലേക്ക് അവതരിപ്പിക്കുന്ന ആളുകൾ ചിന്തിക്കണം. ഇവൻ പറയണം ഹബീബ് വഫാത്തായത് എപ്പോഴാ? ഞാൻ പറഞ്ഞു വന്നത് കൊച്ചിയിൽ അന്ന് ആ പ്രസംഗം കേട്ട കുറച്ച് ചെറുപ്പക്കാർ മനസ്സിലാക്കി. അവർ പറഞ്ഞു, ഇനി ഇതിൻ്റെ പേരിൽ ഒരു പിടി ഭക്ഷണം ഞങ്ങൾ ഉള്ളിലേക്ക് വിടില്ല, ഞങ്ങൾ ഈ അനാശാസ്യത്തിനില്ല. അവർ തീരുമാനിച്ചു. ഉടൻ തന്നെ മറുപടി പ്രസംഗം അവിടെ. ഞാൻ വേറൊരു പരിപാടിക്ക് പോകുമ്പോഴാണ് ആ പോസ്റ്റർ കണ്ടത്. മൗലവിയുടെ വഫാത്തു നബിക്ക് മറുപടി. വഫാത്ത് നബിക്കോ മറുപടി പറയാൻ പോവാണ്. എന്താ മറുപടി പറയണം? റസൂലുള്ളാഹി വഫാത്തായിട്ടില്ല എന്നാ. എന്താ പറയാ? വഫാത്തു നബിക്ക് മറുപടി. നിങ്ങൾ ചിന്തിക്കണം, ആ റസൂലുള്ളാഹിന്റെ വഫാത്തു നബിക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് സ്റ്റേജ് കെട്ടുന്ന അവസ്ഥ. റസൂലുള്ളാഹിയുടെ വഫാത്തിന് മറുപടി. കാര്യം റസൂലുള്ളാഹി വഫാത്തായത് ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറയുന്ന ആളുകൾ. എന്നിട്ട് വഫാത്തു നബിക്ക് മറുപടി പറഞ്ഞ ആൾ മറുപടി പറഞ്ഞത് അറിയോ? മൗലവി കിതാബ് ഓതിയിട്ടുണ്ടോ? മൗലവിക്ക് കിതാബ് അറിയുമോ? നമ്മളൊക്കെ ഈ സാധുക്കളാണ്, നമ്മൾ ഈ കിതാബ് എന്ന് പറയാത്ത സാധുക്കളാണ്. അതുകൊണ്ട് നമുക്ക് വലിയ പദവികളൊന്നുമില്ല, നമ്മൾ ചെറിയ ആളുകളാണല്ലോ, സാധാരണക്കാരാണ്. മൗലവി കിതാബ് ഓതിയിട്ടില്ല. മൗലവി കൃത്യമായി അറിഞ്ഞോളൂ, ദുഃഖാചരണം 3 ദിവസമേ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ. 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. 3 ദിവസമേ ദുഃഖാചരണം പാടുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ വിധി. 3 ദിവസത്തെക്കാൾ കൂടുതൽ ദുഃഖാചരണം പാടില്ല. വഹാബി നീട്ടിയൊരു വാള കേൾക്കുന്ന ആൾക്കാർ ശരിയാണല്ലോ. തഅസിയത്ത് 3 ദിവസമാണ്. ഒരാൾ വഫാത്തായാൽ, ഒരാൾ മരിച്ചാൽ ദുഃഖാചരണം 3 ദിവസമാണ്. അപ്പൊ റസൂലുള്ളാഹി വഫാത്തായിട്ട് ഇപ്പൊ 3 ദിവസമാണോ? അല്ലല്ലോ, 1400 കൊല്ലായില്ലേ. അപ്പൊ ഇനി ദുഃഖാചരണമുണ്ടോ? ഞാൻ അതിനൊരു വിശദീകരണം കൊടുത്തു അവിടുന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ റബീഉൽ ആഖിറാകുമ്പോ കുടുങ്ങും. റബീഉൽ ആഖിറാകുമ്പോ കുടുങ്ങൂലേ? കാര്യം എന്താ? റബീഉൽ അവ്വലിൽ മൗലിദ് നടത്തിയവൻ റബീഉൽ ആഖിറിൽ എന്താ നടത്തിയത്? ജീലാനി ദിനം. ജീലാനി ദിനം എന്ന് വെച്ചാൽ ജീലാനി ജനിച്ച ദിനോ അല്ല, പിന്നെ ജീലാനി വഫാത്തായ ദിനം, ആണ്ട് നേർച്ച. അപ്പൊ മുഹമ്മദ് നബിക്ക് ആണ്ട് വേണ്ടേ? റസൂലുള്ളാഹി കാണ്ടില്ല. റസൂലുള്ളാഹിയുടെ ആണ്ട് നടത്തിയവൻ കുടുങ്ങൂ. അപ്പൊ റസൂലുള്ളാഹി കാണ്ടില്ല. അപ്പോ നേർ റബീഉൽ ആഖിർ ആയപ്പോ ജീലാനിയുടെ ആണ്ട്. ചോദിക്കട്ടെ, 3 ദിവസത്തെക്കാൾ കൂടുതൽ ദുഃഖാചരണം പറ്റുമോ? 3 ദിവസത്തെക്കാൾ കൂടുതൽ ദുഃഖാചരണം പറ്റുമോ? നിങ്ങൾ ചിന്തിക്കണം. ഇവർക്ക് മുഹമ്മദ് നബി മനസ്സിലായിട്ടില്ല, മുഹയ്യിദ്ദീൻ ശൈഖിനെ മനസ്സിലായിട്ടില്ല. മുഹമ്മദ് നബി മനസ്സിലായിട്ടില്ല, മുഹയ്യിദ്ദീൻ ശൈഖിനെ മനസ്സിലായിട്ടില്ല. ഞാനിത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, ആക്ഷേപിക്കാൻ പറയല്ല. ആത്മാർത്ഥമായി നിങ്ങൾ പഠിക്കാൻ തയ്യാറായിക്കോ. ആത്മാർത്ഥമായി പഠിക്കാൻ തയ്യാറായിക്കോ. യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നമുക്കറിയുന്നത് മൗലിദാണ്. ജന്മദിനവും ഈ പാട്ടും ഈ ആട്ടവും അത് മാത്രമാണ്. അതിൻ്റെ പേരൊരു ചീരണിയും അതുപോലെ തന്നെ അതിൻ്റെ പേരുള്ള കൈമടക്കും അതൊക്കെ അറിയാം. മുഹയ്യിദ്ദീൻ ശൈഖിനെ പറ്റി നമുക്കറിയുന്നത് എന്താ? മുഹയ്യിദ്ദീൻ ശൈഖ് എന്ന് പറയുന്ന ആളുണ്ട്, മുഹയ്യിദ്ദീൻ മാലയുണ്ട്, കുത്തുബിയത്ത് ഉണ്ട്. അപ്പൊ കുത്തുബിയത്ത് ഓതണം, മുഹയ്യിദ്ദീൻ മാല ചെല്ലണം, ജീലാനി ദിനം ആഘോഷിക്കണം, ഖാദിരിയ തരീഖത്തിൽ മെമ്പർഷിപ്പ് എടുക്കണം. ഇതെന്താണ് എന്ന് ഈ സാധുവിനെ തിരിഞ്ഞിട്ടില്ല. ഉറപ്പിച്ച് പറയാൻ കഴിയും. ആരാണ് മുഹയ്യിദ്ദീൻ ശൈഖ് എന്നോ, എന്താണ് ഈ പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ, മുഹമ്മദ് നബിയുടെ ജീവിതം എന്താണ് എന്നോ പഠിക്കാൻ മെനക്കെട്ടിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് മനസ്സിലാക്കണം. റബീഉൽ അവ്വൽ മാസത്തിൽ ജന്മദിനം ആഘോഷിച്ചവൻ അവൻ റബീഉൽ ആഖിർ ആകുമ്പോൾ ആണ്ടു നേർച്ച നടത്തുക. ഈ ആണ്ട് നേർച്ച നടത്തിയിട്ടോ കുത്തുബിയത്ത് നടത്തുക. എന്താണ് ഈ കുത്തുബിയത്ത്? അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തൂ. എന്താണ് ഈ കുത്തുബിയത്ത്? ആരാണ് കുത്തുബിയത്ത് ഉണ്ടാക്കിയത്? സംശയമൊന്നുമില്ല, നാട്ടിൽ ഏതെങ്കിലും ഒരു കുത്തുബിയത്ത് പുസ്തകം വാങ്ങിയാൽ, കുത്തുബിയത്ത് എന്നെഴുതിയ ബുക്ക് വാങ്ങിയാൽ അതിൻ്റെ പരിഭാഷയുണ്ട് മലയാളത്തിൽ. ആ ബുക്ക് വാങ്ങിയാൽ അതിന് തുടക്കത്തിൽ കാണാം, ഇത് എഴുതി ഉണ്ടാക്കിയത് സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന മഹാൻ ആകുന്നു. സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറഞ്ഞാൽ കെയ്റോ, ആ കെയ്റോയിലുള്ള ഏതോ ഒരു സദഖത്തുല്ലാഹ് നമ്മൾ തെറ്റിദ്ധരിക്കുക. കാര്യം കാഹിരി എന്ന് പറഞ്ഞാൽ കാഹിറ കെയ്റോ ആണ്. സംഗതി കാഹിരി എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് കെയ്റോ എന്നല്ല. നേരെ മറിച്ച് അവിടെ തമിഴ്നാട് ജയലളിതയുടെ നാട്ടിൽ കുറച്ച് ഏതോ ഒരു സൈഡിൽ കായൽപട്ടണം എന്നൊരു സ്ഥലമുണ്ട്. അതാണ് ഈ കാഹിരി എന്ന് പറഞ്ഞതുള്ള ഉദ്ദേശ്യം. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ തമിഴ്നാട്ടിലെ കായൽപട്ടണത്തുള്ള ഒരാളാണ് ഇത് എഴുതിയെന്ന് പറഞ്ഞാൽ അതിന് അത്ര തന്നെ ഗെറ്റപ്പ് ഉണ്ടാവില്ല. അങ്ങനെ എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, നമുക്ക് ഇത്ര ആൾക്കാർ പരിചയമുണ്ട് അല്ലേ? അപ്പോൾ ഈ തമിഴ്നാട്ടിൽ ഒരാൾ എഴുതി ഉണ്ടാക്കിയതാണ് സദഖത്തുല്ലാഹിൽ കാഹിരി.
ആ സദഖത്തുല്ലാഹിൽ കാഹിരിയാണ് പറഞ്ഞത് അല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൂടാ, അല്ല എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഈ നാട്ടുകാർക്ക് പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. ഇവിടെ അടുത്തല്ലേ കറ്റാനം, ഇവിടെ അടുത്തല്ലേ ഓച്ചിറ, ഇപ്പോഴുണ്ടല്ലോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബാങ്ക് കൊടുക്കുന്ന ആളുകൾ. വടക്ക് ചില സ്ഥലത്ത് നിന്നപ്പോൾ മൗലവി വെറുതെ വെടി പറയാണ്, ഇതൊന്നും ലോകത്ത് നടക്കൂല. അത് ഒരു ചകയത് പറഞ്ഞ എന്നോട്, എങ്ങനെയുണ്ടോ ആരെങ്കിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ ആൾക്കാർ? എന്നാൽ ഈ നാട്ടുകാർക്ക് അതറിയാലോ, ഈ പരിസരത്തുള്ള ആളുകൾക്ക് അതറിയാലോ. ഇന്നും അങ്ങനെ ബാങ്ക് കൊടുക്കുന്ന പള്ളികളില്ലേ നമ്മുടെ നാട്ടിൽ? എന്തുകൊണ്ട് അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ അവിടെ അല്ലാഹ് എന്ന് പറഞ്ഞുകൂടാ, അല്ല എന്ന് പറയണം? അത് നമ്മുടെ കറ്റാനത്തനുണ്ടായിരുന്ന പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് ഉണ്ടായ ഒരു വാദമാണ്. ആ പതിയാണ് പറഞ്ഞത് അല്ലാഹ് എന്ന് പറഞ്ഞുകൂടാ, അല്ല എന്ന് പറയണം. ആ വിഷയത്തിൽ നെടിയിരുപ്പിൽ വെച്ചുകൊണ്ടൊരു വാദപ്രതിവാദം വരെ നടന്നു. മറുഭാഗത്ത് ഇ കെ അബൂബക്കർ മുസ്ലിയാരാ വന്നത്. കറ്റാനത്ത് നിന്ന് പോയ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അല്ലാഹ് എന്ന് പറയാൻ പാടില്ല, അല്ല എന്നേ പറയാവൂ എന്നതിന് എനിക്കുള്ള തെളിവ് മഹാനായ സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന മഹാനാകുന്നു. അദ്ദേഹമാണത് രേഖപ്പെടുത്തി വെച്ചത്. മറുഭാഗത്ത് ഇ കെ അബൂബക്കർ മുസ്ലിയാർ എഴുന്നേറ്റ് പറഞ്ഞു, ഏതെങ്കിലും കുതിരപ്പട്ടാണി പറഞ്ഞാൽ ദീനിൽ തെളിവാകൂല. അപ്പോൾ ഇദ്ദേഹം ഞെട്ടിപ്പോയി. കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ മറുപടി വരും. കാര്യം കാര്യപ്പെട്ട ഒരാളെന്ന് നിലക്ക് പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ പതി എഴുന്നേറ്റ് പറഞ്ഞു, ഈക്കക്ക് ആളെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു, അത് നമ്മുടെ കുത്തുബിയത്ത് എഴുതിയ സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന മഹാൻ അദ്ദേഹത്തിന്റെ ഇബാറത്താണ് ഞാൻ വായിച്ചത്. അപ്പൊ ഈ കെ എഴുന്നേറ്റ് പറഞ്ഞു, അങ്ങനെ എത്ര കുതിരപ്പട്ടാടികളുണ്ട്? തീർന്നില്ലേ? ആ പുസ്തകം ഇപ്പോഴുണ്ട്. ശംസുൽ ഉലമക്ക് ഒരു തുറന്ന കത്ത് എന്ന പുസ്തകത്തിൽ മുഹമ്മദ് കോയ മാത്തോട്ടം ഈ സംഭവം എഴുതി വെച്ചതുണ്ട്, രേഖയുണ്ട്, വെറുതെ പറയല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കുത്തുബിയത്തിലൂടെയാ യഥാർത്ഥത്തിൽ മുഹീദ്ദീൻ ശൈഖിനെ കണ്ടത്. അതല്ലെങ്കിൽ കോഴിക്കോട്ടെ തൂറാ തന്നിൽ പിറന്നോവർ, കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ. കോഴിക്കോട്ടത്തുറയിൽ ജനിച്ച ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം 400 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച മൗലിദ് കിതാബ്, മാല കിതാബ്, മുഹീദ്ദീൻ മാല, അതിലൂടെയാണ് ശൈഖ് ജീലാനിയെ പഠിച്ചത്. എന്നാ ആ മഹാൻ ഈ ലോകത്ത് ജീവിച്ച ആളാണ്. ആര്? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഈ ലോകത്ത് ജീവിച്ച ആളാണ്. ആ മഹാൻ ഈ ലോകത്ത് ജീവിച്ചപ്പോ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്, അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങൾ വെച്ച് ശൈഖ് ജീലാനിയെ പഠിക്കാനോ ആ ഗ്രന്ഥങ്ങൾ വെച്ച് ശൈഖ് ജീലാനിയെ മനസ്സിലാക്കാനോ ഇവിടെ ആളുകൾ ഉണ്ടായോ? ഉണ്ടായില്ല. എത്ര വയസ്സ് അദ്ദേഹം ജീവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആരും പറയില്ല, അറിയില്ല. എത്ര കൊല്ലം ആ മഹാൻ ജീവിച്ചു? എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? അറിഞ്ഞുകൂടാ. എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്? അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് എത്ര മക്കളുണ്ട്? അറിഞ്ഞുകൂടാ. ആ മക്കളുടെ പേരെന്താ? അറിഞ്ഞുകൂടാ. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി ഒരു ചുക്കുഞ്ഞുണ്ടാ പോയി സാധുക്ക് അറിഞ്ഞൂടാ. ഇവർക്ക് മാല പാടണം എന്നല്ലാതെ, മൗലിദ് ഓതണം എന്നല്ലാതെ, ഇതൊന്നും അല്ലാതെ വേറൊന്നും അറിഞ്ഞൂടാ. ഞാനും കുറെ കാലം ശൈഖിനെ അങ്ങനെ മനസ്സിലാക്കിയത്. കാര്യം ഞാനും ഈ പാട്ടും അതുപോലെ തന്നെ ഈ മഹലയും മാത്രമേ ശൈഖിനെ കുറിച്ച് വായിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ശൈഖ് ജീലാനിയുടെ ചില ഗ്രന്ഥങ്ങൾ പിന്നീട് വായിക്കാൻ അവസരം കിട്ടി. അവസരം കിട്ടിയപ്പോൾ ഞെട്ടിപ്പോയി. കാര്യം വെച്ചാൽ ആടും ആനയും തമ്മിലുള്ള ബന്ധമുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന പ്രചരിപ്പിക്കപ്പെട്ട ശൈഖോ അതുപോലെ തന്നെ ഈ പറയുന്ന ഒറിജിനൽ മുഹീദ്ദീൻ ശൈഖും തമ്മിൽ, ആനയും ആടും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അത്രയും വ്യത്യാസമുണ്ട്. കാരണം ശൈഖ് ജീലാനി ലോകത്തിന്റെ മുന്നിൽ മരിക്കുന്ന നേരത്ത്, ഞാനതാ പറയുന്നത്, രണ്ടാളുകൾ ലോകത്ത് ജീവിച്ചു മരിച്ചു. ഒന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് ഈ ലോകത്ത് ജീവിച്ച് 50 വയസ്സ് വരെ ഇൽമു തേടി. 50 വയസ്സ് വരെ. നമ്മുടെ നാട്ടിൽ എങ്ങനെ സാധാരണ വരുന്നത് പോസ്റ്റർ? 14 വയസ്സുകാരൻ പ്രസംഗിക്കുന്നു, അത്ഭുത ബാലൻ. ആളുകളെല്ലാം ഇങ്ങനെ ഓടി വരിക. അത്ഭുത ബാലൻ 14 വയസ്സ് 3 കൊല്ലം പ്രസംഗിക്കും. 14 വയസ്സുകാരൻ 3 കൊല്ലം പ്രസംഗിക്കും. 14കാരൻ അത്ഭുത ബാലൻ. മനസ്സിലാക്കണം. കാര്യം വെച്ചാൽ എത്ര ആൾ ചെറുതാകണം അത്രത്തോളം നമുക്ക് അത് വലുതാണെന്ന് വിചാരിക്കും. പക്ഷേ ശൈഖ് ജീലാനി 14ാമത്തെ വയസ്സിൽ പ്രസംഗിച്ചിട്ടില്ല, 20ാമത്തെ വയസ്സിൽ പ്രസംഗിച്ചിട്ടില്ല, 30ാമത്തെ വയസ്സിൽ പ്രസംഗിച്ചിട്ടില്ല, 35ാമത്തെ വയസ്സിൽ പ്രസംഗിച്ചിട്ടില്ല, 40ാമത്തെ വയസ്സിൽ പ്രസംഗിച്ചിട്ടില്ല, 45ാമത്തെ വയസ്സിലും പ്രസംഗിച്ചിട്ടില്ല. 50 വയസ്സിലാണ് പ്രസംഗം തുടങ്ങുന്നത്. അപ്പൊ അത്രയും കാലം എന്താ? പഠിക്കാൻ പോയതാ. ബേജാറാകണ്ട. ദീൻ എന്തെന്നറിയാൻ, പഠിക്കാൻ. 50ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്. 40 കൊല്ലം അദ്ദേഹം പ്രസംഗിച്ചു. 90 വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം മരിക്കുന്ന നേരത്ത്, വഫാത്താകുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ ഒരു മകൻ അടുത്തേക്ക് വരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, മുഹീദ്ദീൻ ശൈഖിനെ സ്നേഹിക്കുന്നവർ, മുഹീദ്ദീൻ ശൈഖിനെ മനസ്സിലാക്കുന്നവർ, മുഹീദ്ദീൻ ശൈഖ് ആരാണ് എന്നറിയുന്ന ആളുകൾ, ആ മുഹീദ്ദീൻ ശൈഖിന്റെ മാർഗം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ,
മുഹീദ്ദീൻ ശൈഖിന്റെ 90 കൊല്ലത്തെ ജീവിതം പഠിക്കുന്നതിന് മുമ്പ് വഫാത്താകുന്ന നേരത്ത് ആ മുഹീദ്ദീൻ ശൈഖിന്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. കാരണം എന്താണെന്നറിയുമോ? അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നു ആരെന്നറിയുമോ? അദ്ദേഹത്തിന്റെ മകനായ അബ്ദുൽ വഹാബ് എന്നൊരു മകൻ മഹാനായ മുഹീദ്ദീൻ ശൈഖിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, അന്നസീഹ, ഉപ്പാ ഒരു ഉപദേശം തന്നാലും, ഉപ്പാ എന്നെ ഉപദേശിച്ചാലും, എന്നെ ഗുണദോഷിച്ചാലും, ഉപ്പാ എനിക്ക് അതേ നസീഹത്ത് തന്നാലും എന്ന് പറഞ്ഞു ശൈഖ് ജീലാനി അടുക്കലേക്ക് ഇതാ അബ്ദുൽ വഹാബ് എന്ന മകൻ വരുമ്പോ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ശൈഖ് ജീലാനി വസിയ്യത്ത് കൊടുക്കുന്നത് എന്താണെന്നറിയോ? മകന് അലൈക ബിത്തഖ്വല്ലാഹ്, മോനെ അല്ലാഹനെ സൂക്ഷിച്ചു ജീവിക്കണം, തഖ്വ വേണം കേട്ടോ. വലാ തഖഫ് അഹദൻ സിവല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ഒരു പടപ്പിനെയും നീ പേടിക്കല്ല മോനെ, പടച്ചറപ്പിനെ മാത്രമേ നീ പേടിക്കാവൂ. വലാ തർജു അഹദൻ സിവല്ലാഹ്, അല്ലാഹുവിന് പുറമെ ഒരു ശക്തിയിലും നീ പ്രതീക്ഷയർപ്പിക്കരുത് മോനെ. വക്കിലിൽ ഹവായിജ ഇലല്ലാഹ്, നിന്റെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിനെ ഏൽപ്പിക്കണം മോനെ. വലാ തഅ്തമിദ് ഇല്ലാ അലൈഹി, ആ റബ്ബിലല്ലാതെ നീ ആ റബ്ബിനെ അല്ലാതെ നീ അവലംബിക്കല്ല മോനെ. വതുലുബുഹാ ജമീഅൻ മിൻഹു, മുഴുവൻ കാര്യങ്ങളും ആ റബ്ബിനോട് മാത്രം തേടണം മോനെ. വലാ തതിക് ബിഅഹദിൻ സിവല്ലാഹ്, അല്ലാഹുവിന് പുറമെ ഒരു ശക്തിയെയും നീ അവലംബിക്കല്ല മോനെ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലാണെങ്കിൽ പറയും വഹാബി തീവ്രവാദി. ആര് മോനെ? വഹാബി തീവ്രവാദിയെ. കാര്യം അള്ളാഹനെ മാത്രം വിളിക്കണം, അള്ളാഹിനോട് മാത്രം തേടണം. വക്കിലിൽ ഹവായിജ ഇലല്ലാഹ്, നിന്റെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനെ മാത്രം, പടച്ചവനോട് മാത്രം തേടിക്കൊണ്ട് അവനിൽ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് മരണക്കിടക്കയിൽ കിടന്ന് സ്വന്തം മകനോട് വസിയ്യത്ത് ചെയ്യുന്ന, മകനോട് നസീഹത്ത് ചെയ്യുന്ന ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആ ജീലാനി അറിയുന്ന ഒരാള് ഖുത്ബിയത്ത് ഓതോ? 1000 വട്ടം വിളിക്കോ? ഒരിക്കലുമില്ല. ആണ്ട് നേർച്ച നടത്തിയിട്ട് ഖുത്ബിയത്ത് ഓതിയിട്ട് എന്തായി ചെയ്യുന്നത്? എന്താണ് ഇതിലൂടെ ഒക്കെ ചെയ്യുന്നത്? ശൈഖിനെ വിളിക്കുകയാണ്, ആവലാതി പറയാണ്, തേടുകയാണ്, പ്രയാസങ്ങൾ പറയാണ്, ബുദ്ധിമുട്ടുകൾ പറയാണ്. ഖുത്ബിയത്ത് ഓതുന്നവൻ ശൈഖിനെ വിളിക്കണം. എത്ര? 1000 വട്ടം. എന്നിട്ടോ വമയുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൽ യഫവതിഹി അജബതുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദഉ യാ അബ്ദൽ ഖാദിർ മുഹയ്യദ്ദീൻ. 1000 വട്ടം ശൈഖിനെ വിളിച്ചോളൂ. എന്നിട്ട് നീ മനസാന്നിധ്യത്തോടെ നിന്റെ കാര്യങ്ങൾ പറഞ്ഞോളൂ. 1000 വട്ടം ശൈഖിനെ വിളിക്കുമ്പോൾ ഒറ്റക്കിരുന്ന് വിളിച്ചോളൂ. 1000 വട്ടം ശൈഖിനെ വിളിക്കുമ്പോൾ അങ്ങേറ്റം പ്രതീക്ഷയോടെ വിളിച്ചോളൂ. അങ്ങനെ ശൈഖിനെ വിളിക്കുകയാണ് 1000 വട്ടം. യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. വിളി അവിടെ കൊണ്ട് അവസാനിക്കൂല. പിന്നെയും പറയും എന്ത്? മുറാദിയ മുറാദിയ മുറാദി മുറാദി ശൈഖ് മുഹയ്യിദ്ദീൻ മുറാദി. എന്റെ മുറാദ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയാണ്. എന്താ ഇവിടെ സംഭവിച്ചെന്നറിയോ? ലോകത്ത് തൗഹീദ് പറയാൻ ഈസാ നബി കടന്നു വന്നു. ഈസാ നബി തൗഹീദ് പറഞ്ഞത് എവിടുന്നാ? തൊട്ടിലിൽ കിടന്ന് റബ്ബിന്റെ വഹി കിട്ടി അവിടുന്ന് സംസാരിക്കാൻ തുടങ്ങിയ ആളാ ഈസാ നബി. ആ തൊട്ടിലിൽ കിടന്ന് അദ്ദേഹം തൗഹീദ് പറയാണ്, ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, അടിമയാണ്. ആതാനിയൽ കിതാബ്, അല്ലാഹു എനിക്ക് വേദഗ്രന്ഥം തന്നിട്ടുണ്ട്. വജഅലനി നബിയ്യ, എന്നെ അല്ലാഹു നബിയാക്കിയിട്ടുണ്ട്. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും അല്ലാഹു എന്നെ അനുഗ്രഹീതനാക്കിയിട്ടുണ്ട്. മാത്രമല്ല വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ഞാൻ ജീവിക്കുന്ന കാലമത്രയും നിസ്കരിക്കാനും സകാത്ത് നൽകാനും അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്ന നിലയിൽ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ആളുകൾ അദ്ദേഹത്തിനെതിരെ കുതന്ത്രങ്ങൾ മെനഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, വാനലോകത്തിലേക്ക് ഉയർത്തിയ മഹാനാണ്. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴോ
അദ്ദേഹത്തിന്റെ അനുയായികൾ നേരെ ഈസാ നബിയെ വിളിക്കാൻ തുടങ്ങി. ഈസാ നബിയോട് അവലാതി പറയാൻ തുടങ്ങി. ഈസാ നബിയുടെ ഉമ്മയെ വിളിക്കാൻ തുടങ്ങി. അതുകൊണ്ടാ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി വിളിക്കുന്ന, മറിയം ബി വിളിക്കുന്ന മുഴുവൻ ആളുകളോടും പറഞ്ഞത്, നിങ്ങൾ ഓർത്തു വെച്ചോ, അതെ, ഈസാ നബിയോട് ചോദിക്കുന്ന സന്ദർഭമുണ്ട്. ഈസാ നബിയോട് ചോദിച്ച സന്ദർഭം 2 വ്യാഖ്യാനവും അവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. എന്താണെന്നറിയുമോ? അഅന്ത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഓ ഈസാ, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് നിന്നെയും നിന്റെ ഉമ്മയെയും അല്ലാഹുവിന് പുറമെ അതേ തേടപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ഇലാഹുകളായി സ്വീകരിക്കണമെന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്ന് മഹാനായ ഈസാ നബിയോട് ചോദിക്കുന്ന സന്ദർഭം, അല്ലെങ്കിൽ ചോദിച്ച സന്ദർഭം. ആ സന്ദർഭത്തിൽ മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഒഴുകുകയാണ്, അല്ലാഹ്, ഞാൻ എങ്ങനെ പറയൂലല്ലോ അല്ലാഹ്, എന്നെ വിളിക്കാൻ, എന്നോട് ദുആ ചെയ്യാൻ, എന്നോട് ഇസ്തിഗാസ ചെയ്യാൻ, എൻ്റെ ഉമ്മയോട് ഇസ്തിഗാസ ചെയ്യാൻ, അതുപോലെ നേർച്ചകളും വഴിപാടുകളും ഞങ്ങൾക്ക് സമർപ്പിക്കാൻ ഞാനോ എൻ്റെ ഉമ്മയോ ഒരിക്കലും ഈ ജനതയോട് പറഞ്ഞിട്ടില്ലല്ലോ അല്ലാഹ്, ഞങ്ങൾ നിരപരാധികളാണല്ലോ അല്ലാഹ് എന്ന് ഈസാ നബി പറയുമെന്ന് ഖുർആൻ പഠിപ്പിച്ചുവെങ്കിൽ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ആ ജീലാനി വിളിക്കുന്നവർ മുഴുവനും ഓർത്തു വെച്ചോ, നിങ്ങൾ കരുതുന്നത് എന്താ? ഞങ്ങൾ ജീലാനിയെ സ്നേഹിക്കുന്നവരാണ്, ജീലാനിയോട് മഹബ്ബത്തുള്ളവരാണ്, ഞങ്ങൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്. ഒരു ചുക്കല്ല കേട്ടോ, ഒരു ചുക്കില്ല, വെറുതെ പറയണം. ഇവർക്ക് ഔലിയാക്കളോട് ഹുബുണ്ടെങ്കിൽ ഇതൊന്നും അവരാകൂല, പച്ച നുണ പറയണം, സംശയമില്ല. ഇത് പാടിയിട്ട് ഔലിയാക്കളോട് ഹുബ് ഇല്ല, ഔലിയാക്കളോട് ഹുബുള്ളവനൊന്നും ഇങ്ങനെ ചെയ്യൂല. ഔലിയാക്കളോട് ഹുബുള്ളവൻ, ആ ഹുബുള്ളവൻ ഒരിക്കലും ചെയ്യൂല. ഇവർക്ക് ഔലിയാക്കളോട് ഹുബില്ല എന്ന് മനസ്സിലാക്കാൻ 20 രൂപ മുടക്കി. 20 രൂപ നമ്മൾ എത്രയോ പൈസ പലതിനും മുടക്കും. 20 രൂപ. ഇപ്പോൾ ചില്ലറൊക്കെ ഭയങ്കര വിലയാ. വലിയ നോട്ടിനേക്കാളും വില ചെറിയ നോട്ടിനാണ് ഇപ്പോൾ. പക്ഷേ എന്നാലും 20 രൂപ കൊടുത്താൽ മനസ്സിലാവും. 2 ബുക്ക് വാങ്ങുക, ഒന്ന് റിഫായി മാല, മുഹീദ്ദീൻ മാല. ഇത് 2 കണ്ട് വായിച്ചാൽ കൃത്യം മനസ്സിലാവും ഔലിയാക്കളെ ഭത്സിക്കുന്ന, ഔലിയാക്കളെ ഇത്രത്തോളം തരം താഴ്ത്തിയ ഒരു ജനത ലോകത്തില്ല. ആ ഔലിയാക്കളെ പരിഹസിക്കുന്നവന് നമ്മുടെ വക ചോറും ചാറും അതുപോലെ തന്നെ കൈമടക്കം കൊടുക്കാൻ ഒരു മടിയില്ല മുസ്ലിം ഉമ്മത്തിന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യം പറഞ്ഞ വാചകണ്ടല്ലോ, വെള്ളത്തിലൂടെ ഒഴുകിയൊലിക്കുന്ന ചപ്പ് ചവറ് ചണ്ടികളെ പോലെ മുസ്ലിം ഉമ്മത്ത് അതപ്പതിച്ചു പോകുമെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കാണണം. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കുക, പച്ച മലയാളത്തിലടക്കം എഴുതി വെക്കാൻ പരസ്പരം മത്സരം നടത്തുകയാണ്. തരീഖത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഔലിയാക്കളെ ഇകഴ്ത്തുകയാണ്, തരം താഴ്ത്തുകയാണ്. എന്നിട്ട് നമ്മളോട് പറയുന്നത് മദ്ഹാണെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മദ്ഹല്ല, നേരെ മറിച്ച് അവരെ ഭത്സിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്. മുഹീദ്ദീൻ മാല, മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ റിഫായി മാല അതിന്റെ 2 എഫക്റ്റിലാ പറയാ, നേരെ കവർ ചെയ്താ പറയാ. മുഹീദ്ദീൻ മാലയിൽ മുഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറയാനുണ്ട്. മുതലായ റമളാനിൽ 30 നാളിലും മുലകൂടിക്കും കാലം മുലരെ തൊടാതോവർ. മനസ്സിലായി, ശൈഖ് ജീലാനി വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അതേ നോമ്പ് നോറ്റ മഹാനാണ്. മുല കുടിക്കുമായിരുന്നില്ല, 30 ദിവസവും നോമ്പ് നോറ്റു. ഈ മഹത്വം ജീലാനിയുടെ പേരിൽ പറഞ്ഞപ്പോ റിഫായി മാല എഴുതിയ ആൾ എന്ത് ചെയ്തു എന്നറിയോ? ഒരൽപ്പം കൂടെ കേറ്റി പറഞ്ഞു. എങ്ങനെ കേറ്റിയത്? മുന്നേ മോരേകേലാൽ 40 നാളിലും മുല കുടിക്കും കാലം മുലനെ തോടാതോവർ. 20 രൂപ കൊടുത്താൽ കിട്ടുന്ന കേസായത്. ഒരുപാട് അന്വേഷണമൊന്നും വേണ്ട, CBI ഏൽപ്പിക്കണ്ട. ഒരു ബുക്ക് സ്റ്റാൾ ചെന്ന് റിഫായി മാല വാങ്ങുക, മുഹീദ്ദീൻ മാല വാങ്ങുക. നോക്കുമ്പോൾ 30 ദിവസവും ശൈഖ് ജീലാനി നോമ്പ് നോറ്റു കുഞ്ഞായിരുന്നപ്പോൾ. അപ്പോൾ 30 ദിവസത്തിനപ്പുറം പോകാൻ പറ്റൂല. കാര്യം നബി പറഞ്ഞിട്ടുണ്ട്, ഒന്നിൽ 29 അല്ലെങ്കിൽ 30. 31 ഇല്ല അറബി മാസത്തിൽ. അതുകൊണ്ട് എന്താ ചെയ്യുക? 31 എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? മാലക്കാരൻ ഒരു സ്പെഷ്യൽ ഓർഡിനൻസ് വാങ്ങണം. മുന്നേ മോരേകേലാൽ സ്പെഷ്യലായ ഒരു രേഖലുണ്ടായിരുന്നു. അതുകൊണ്ട് 40 നാളിലും 40 ദിവസവും മുല കൂടിക്കും കാലം മുലനെ തോടാതോവർ. ശൈഖ് റിഫായി ശൈഖ് 40 ദിവസം പാൽ കുടിക്കുമായിരുന്നില്ല. മനസ്സിലാക്കണം. അത് ചിലപ്പോൾ ഒറ്റപ്പെട്ട മൗലവി അങ്ങനെ എഴുതിയപ്പോൾ യാദൃച്ഛികമായൊരു കറാമത്ത് സംഭവിച്ചതാകാം. ആയിക്കോട്ടെ, ഇങ്ങനെ അടുത്തത് വാ, തൊട്ടടുത്തെടുത്ത് നോക്ക്. കനിയില്ലാ കാലത്ത് കനിയെ കൊടുത്തോവർ കാഞ്ഞമരത്തിലും കായ നിറച്ചോവർ. 40 ദിവസവും
ആര്? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. സീസൺ അല്ലാത്ത സമയത്ത്, മാവ് പൂക്കാത്ത കാലത്ത് മാവ് പൂപ്പിച്ചു എന്നുവെച്ചാൽ സീസൺ അല്ലാത്ത സമയത്ത്, കനിയില്ല കാലത്ത് കനിയെ കൊടുത്തോവർ. സീസൺ അല്ലാത്ത സമയത്ത് കനിയെ കൊടുത്തു. കാഞ്ഞമരത്തിലും കായ നിറച്ചോവർ. ഏതൊരു മരണ്ട് സാധു ഇടിവെറ്റേറ്റതോ അല്ലെങ്കിൽ കരിഞ്ഞു പോയതോ ആയൊരു കാഞ്ഞ മരണ്ടായിരുന്നു. ശൈഖ് ജീലാനി അത് മുഴുവൻ തരട്ടെ വന്നപ്പോൾ ഇങ്ങനെ പുഷ്പിച്ചു, അതിങ്ങനെ പച്ചിപ്പായി കായ് തന്നു. അത് മുഴുവനും കായ കൊണ്ട് നിറഞ്ഞു. ആയിക്കോട്ടെ, ഇത് ശൈഖ് ജീലാനിയുടെ പേര് പറഞ്ഞു, ഖാദിരിയ തരീഖത്ത്. അപ്പം മറ്റൊരാലോചിക്കുന്നത് പണി കൊടുക്കണമല്ലോ, ആർക്ക്? ജീലാനിക്കിട്ട് പണി കൊടുക്കണമല്ലോ. ഓനിങ്ങനെ ആലോചിച്ചിട്ട് ഉണ്ടാക്കിയ എന്താണെന്നറിയോ ഇതിന് മറുപടി? ജീലാനി എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷെയ്ഖ് റിഫായി ഷെയ്ഖ് അങ്ങനല്ല. നേരെ മറിച്ച് കനിയും മധു നേട്ട് തീയും വാളം വെച്ച് അക്കനി എല്ലാവർക്കും തിന്മാൻ കൊടുത്തോവർ. നമ്മുടെ ഷെയ്ഖ് കനി കായിട്ട് നട്ടു എന്നിട്ട് വളം വെച്ചത് ഫാക്ടം ഫോസ് 20-20-0-15 അല്ല. നേരെ മറിച്ച് തീക്കനൽ കൊണ്ടുവന്ന് അതിന് വളമിട്ട് കൊടുത്തു. തീക്കനൽ കൊണ്ടുവന്ന് വളമിട്ട് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫ്രൂട്ട് പെട്ടെന്ന് തന്നെ മരം ഇങ്ങനെ വന്നു, ഉടൻ തന്നെ പഴക്കം കണ്ടായി. അങ്ങനെ പറിച്ചിട്ടില്ല, തിന്നു. പണിയെടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പണി. എന്നിട്ട് ഔലിയാക്കളോട് മഹബത്ത്. എന്ത് ഔലിയ, ഇവനെന്ത് വലിയ, ഇവനെന്ത് ഔലിയാണ്, എന്ത് മഹബത്താണ്. അതും മൗലവി യാദൃച്ഛികമായിക്കോട്ടെ, അങ്ങനെ ഉണ്ടാവല്ലോ. ഒരു യാദൃച്ഛികമായിട്ട് ഒന്നിലധികം കാര്യം സംഭവിക്കാമല്ലോ, ആയിക്കോട്ടെ, അത് യാദൃച്ഛികം. എന്നാൽ അടുത്തെന്താ ഉള്ളത്? അടുത്ത് നോക്കുമ്പോൾ കാണുന്നത് മുഹീദ്ദീൻ മാല പറയുന്നു, 4 കിതാബേയും മറ്റുള്ള സുഹഫേയും നായന്നരുളാലെ ഓതി ഉണർന്നോവർ. ശൈഖ് ജീലാനി 50 വയസ്സുകൊണ്ട് ഇഞ്ചീലും സബൂറും തൗറാത്തും ഫുർഖാനും 4 വേദഗ്രന്ഥങ്ങളും മറ്റുള്ള ഏടുകളുണ്ടല്ലോ, സുഹഫി ഇബ്രാഹിം വ മൂസ എന്ന് പറയപ്പെട്ട മറ്റു ഏടുകളെല്ലാം ഓതിപ്പടിച്ച ആളാണ് മുഹീദ്ദീൻ ശൈഖ്. നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന് അത്ര ഇൽമുണ്ട്. മറ്റവനത് പിടിക്കൂല. അവനിപ്പം നേരം നിൽക്കുക, അങ്ങനെ പഠിച്ചാണോ? അവൻ ആലോചിച്ച് എഴുതി വെച്ചെന്താണെന്നറിയോ? അവൻ ആലോചിച്ച് എഴുതി വെച്ചത് റിഫായ് മാലക്കാരൻ എഴുതുക, ഓതാതറിഞ്ഞീനാനെന്ന് പറഞ്ഞോവർ. 4 കിതാബുകൾ മുഹീദ്ദീൻ ശൈഖ് ഓതി പഠിച്ചതാണെങ്കിൽ നമ്മുടെ ശൈഖ് ഇതൊക്കെ ഓതാതെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇവനാ പറഞ്ഞ ഞങ്ങൾ ഔലിയാക്കളോട് മഹബത്താണ്, അറിഞ്ഞൂടാ, ഇതെന്താന്ന് കണ്ടിട്ടില്ല, ഇത് പാടുന്നു എന്നല്ല, അത് ഇതെന്താന്ന് നോക്കുന്നില്ല. അതും മൗലവി യാദൃച്ഛികമായാലും ആയിക്കോട്ടെ. 3 യാദൃച്ഛികം. എന്നാൽ അടുത്ത നോക്കിക്കോ, അതെന്താ? അതേ കണ്ണിൽ കാണാത്തതും കൽബകത്തുണ്ടതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോവർ. കണ്ണിൽ കാണാത്ത കാര്യങ്ങളും കൽബിലുള്ള കാര്യങ്ങളും കണ്ണുകൊണ്ട് കണ്ടതുപോലെ കാട്ടിപ്പറയാൻ നമ്മുടെ ശൈഖിന് കഴിയും. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ. ഒരു കുപ്പിയിൽ ഒരു വസ്തു ഇരുന്നാൽ എത്ര വ്യക്തമായി കാണാൻ കഴിയുമോ അതുപോലെ കുപ്പിക്കകത്തുള്ള വസ്തുക്കളെ കാണാൻ നമ്മുടെ ശൈഖിന് കഴിയും. കണ്ടോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല, കണ്ടോട്ടെ. പക്ഷെ മറ്റോ വിടൂല. ആര്? റിഫായ് മാലക്കാരൻ. ഓൻ ഇതിന് മറുപടി എഴുതപ്പുറത്ത് എന്താ എഴുതിയതെന്നറിയോ? അങ്ങനെ ഈ ബടായി പറയുടെ ഒരു കണക്ക് വേണ്ടേന്നുള്ള കോലത്തിലാണ് എഴുതുന്നത്. അവിടെ എന്താ എഴുതിയെന്നറിയോ? നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പറയാം, 10 രൂപ മുടക്കണം, എന്തായിരുന്നാലും അത് അന്വേഷണ. അല്ലെങ്കിൽ പഴയ മൗലിക കിതാബ് വീട്ടിലാണെങ്കിൽ പോയി മറിച്ച് നോക്കണം. റിഫായ് മാലയും മുഹീദ്ദീൻ മാല കണ്ടിട്ട് മാറ്റി മറിച്ച് നോക്കണോ, അപ്പോൾ കാണാൻ കഴിയും. എന്നല്ലേ റിഫായ് മാലക്കാരൻ പറയാ. എങ്ങനെയാണ് ഈ റിഫായ് മുഹീദ്ദീൻ ശൈഖ് ഇങ്ങനെ പറയാ? കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും ഒക്കെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ കാട്ടിപ്പറയെന്ന് പറയുന്നത് കാരണം റിഫായ് മാലക്കാരൻ പറയാ, ഹോജാ മുഹീദ്ദീൻ താനും കളിക്കുമ്പോൾ കണ്ണിൻ പിരികത്തിൻ മേലെ ഒളിച്ചോവർ. കണ്ണിൽ കരുമീശി മാമനിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കൾ വരുവീനതന്നോവർ. ഇവർ ഔലിയാക്കളെ പറ്റി മനസ്സിലാക്കിയത് എങ്ങനെയെന്നുള്ള ഏറ്റവും പ്രകടമായ ഉദാഹരണം ഇത്. പറഞ്ഞെന്താ? ഹോജാ മുഹീദ്ദീൻ താനും കളിക്കുമ്പോൾ. മുഹീദ്ദീൻ ശൈഖും റിഫായ് ശൈഖും തമ്മിൽ കളിക്കാൻ പോയത്രേ. കളി ഏതാ? പലജാതി കളികളുണ്ടല്ലോ മുമ്പ് ഉള്ളത്. അതല്ല, ഇത് നമ്മുടെ നാട്ടിലെ കുട്ടികൾ കളിക്കണം. അതായത് ഒരു 8ാം ക്ലാസ് റേഞ്ചുള്ള കുട്ടികൾ, അത്രയും ഇപ്പോൾ ഉണ്ടാവില്ല, ഒരു 7ാം ക്ലാസ് 6ാം ക്ലാസ് റേഞ്ചുള്ള കുട്ടികൾ കളിക്കണം സാറ്റ് കളി എന്ന് നമ്മുടെ നാട്ടിലും പറയാം. ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നത്. ഒരാൾ എണ്ണണം, മറ്റാൾ ഒളിക്കണം, ഈ ജാതി കളിയാ. അങ്ങനെ റിഫായ് ശൈഖ് എണ്ണാൻ നിന്നു,
മുഹീദ്ദീൻ ഷെയ്ഖ് വിളിക്കാൻ പോയി. ഞാനിത് ഏതെങ്കിലും ഒരു ഔലിയാനെ കളിയാക്കല്ല കേട്ടോ, ഇത് മാലയിൽ എഴുതി വെച്ച ഈ പച്ച തോന്നിയാസാണ്. ഇതാണ് മദ്ഹ് എന്ന് പിന്നെ പറയണത്. ഇത് ചെല്ലിയ കൂലിയുണ്ട് എന്നാണ് പറയണത്. അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഹോജ മുഹീദ്ദീനും റിഫായി ഷെയ്ഖും കൂടി കളിക്കാൻ പോയപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് ഒളിക്കാൻ പോയപ്പോൾ റിഫായി ഷെയ്ഖ് ഒളിക്കാൻ പോയപ്പോൾ റിഫായി ഷെയ്ഖ് ഒളിച്ചത് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ കണ്ണിൻ പിരികത്തിൻ മേലെ ഒളിച്ചോവർ. കണ്ണിൻ്റെ പിരികത്തിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖ് എണ്ണമൊക്കെ പൂർത്തിയാക്കി ആളെ പിടിക്കാൻ പോയിണ്. കട്ടിലിൻ്റെ അടി നോക്കി, ബെഞ്ചിൻ്റെ അടി നോക്കി, അതുപോലെ തന്നെ വീടിൻ്റെ പുറകെ നോക്കി, കാണുന്നില്ല. ഈ ഉലകം മുഴുവൻ തുറ്റണം നോക്കിയിട്ട് ആളെ കാണുന്നില്ല. ആളെങ്ങനെ കാണാൻ ഉപരിവിടിരിക്കല്ലേ, അപ്പോൾ കാണാൻ പറ്റില്ലല്ലോ. ഉലകം മുഴുവൻ തപ്പി നടന്നു. അവസാനം കണ്ണിൽ കരുമീശി മാമനിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കൾ വരുവീനതെന്നോവർ. അവസാനം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ആ എണ്ണുന്ന കുറ്റിയുണ്ടല്ലോ അതിൻ്റെ അടുത്ത് വന്ന് നിന്നു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, റിഫായി ഞാൻ തോറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒറ്റച്ചാട്ടം സാറ്റടിച്ചു. ഈ കഥ ഞാൻ നോർമലി പറയട്ടെ, ഈ കഥ നിങ്ങൾ നാളെ സുബഹിന് ഈ മഹല്ലത്തിലെ പള്ളിയിലെ ഖത്തീബിൻ്റെ പേരിലും മുഅദ്ദിൻ്റെ പേരിലും ഒന്ന് ചേർത്ത് പറഞ്ഞു നോക്കണേ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണേ. ഈ മഹല്ലത്തിലൊരു ഖത്തീബുണ്ട്. ആ ഖത്തീബും മുഅദ്ദിനും കൂടി ഇന്നലെ ഒളിച്ചോട്ടം കളിച്ചു. എന്നിട്ടോ മുക്രിക്ക ഒളിക്കാൻ പോയി, ഖത്തീബ് എണ്ണാൻ പോയി. എന്നിട്ട് മുക്രിക്ക പോയിട്ട് ഒളിച്ചിരുന്നു, പിടിക്കാൻ പറ്റിയില്ല. ബാക്കി കണ്ണിൻ്റെ വിരത്തൊക്കെ പിന്നെ കയറാം, അവല്ല അടുപ്പ് മൂട്ടി കയറിക്കോട്ടെ, കുഴപ്പമില്ല. അവസാനം ഖത്തീബ് തപ്പി നടന്ന് ആകെ തെണ്ടിപ്പെറുക്കി അവസാനം വന്ന് പറഞ്ഞു, മുക്രിക്ക ഞാൻ തോറ്റു എന്ന് പറഞ്ഞപ്പോൾ നേരെ മുക്രിക്ക വന്ന് സാറ്റടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളെ മഹല്ലിൽ നിന്ന് പുറത്താക്കും അല്ലേ? ഖത്തീബിനെ അപമാനിച്ചു, മുഅദ്ദിനെ അപമാനിച്ചു, മഹല്ലിൽ പറ്റൂല എന്ന് നിങ്ങൾ മഹല്ലിൽ നിന്ന് പുറത്താക്കും. വേണ്ട. ഈ കഥ നിങ്ങൾ ഒരു കോൺഗ്രസ്സുകാരൻ്റെ സമ്മേളനത്തിന് പോയിട്ട് നേരെ പോയിട്ട് ഉമ്മൻചാണ്ടിയുടെ പേരിലോ സുധീരൻ്റെ പേരിലോ ചേർത്തി എന്ന് പറഞ്ഞു നോക്ക്. സുധീരനും ഉമ്മൻചാണ്ടിയും കൂടെ ഈ കളി കളിച്ചു എന്ന് പറഞ്ഞു നോക്കേണി, നിങ്ങളെ വെറുതെ വിടില്ല. CPM ആ ഒരു സമ്മേളനത്തിൽ ചെന്നിട്ട് അച്യുതാനന്ദൻ്റെയും പിണറായി വിജയൻ്റെ പേരിൽ ഈ കഥയൊന്ന് പറഞ്ഞു നോക്ക്, വിവരം അറിയും. നട്ടലൂരി കൊട്ടയിലാക്കും അല്ലേ, വിവരം അറിയൂലേ? പക്ഷെ ഇത് രണ്ട് ഔലിയാക്കൾ, ഭുവനപ്രസിദ്ധരായ ഔലിയാക്കളുടെ പേരിൽ എഴുതി വെച്ച് അത് നാട് നിങ്ങളെ പാടി നടക്കുന്നവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇതെങ്ങനെ ശരിയാവും? ഇതെന്താ അഹ്ലുസുന്നയാ? ഇത് ഏതാ മതം? ആരാണ് ഈ വലിയ? ആരാണ് മുഹീദ്ദീൻ ഷെയ്ഖ്? ഈ രൂപത്തിൽ കളിക്കാൻ നടക്കുന്ന ആൾക്കാരാ ഔലിയാക്കൾ? ആണോ? അല്ല. നേരെ മറിച്ച് പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ അറിവുകേട് ആ അറിവുകേടിനെ ചൂഷണം ചെയ്യാം, പറ്റിക്കാണ് പറഞ്ഞിട്ട്. മനുഷ്യന് അറിവുകേട്. മനുഷ്യൻ എല്ലാവർക്കും പോയിട്ട് ഇപ്പോൾ കിതാബോധം പഠിക്കാൻ പറ്റുമോ? എല്ലാവർക്കും പോയിട്ട് ഉസ്താദാകാൻ പറ്റുമോ? ഇല്ലല്ലോ. എല്ലാവരും പോയിട്ട് ഉസ്താദാവും ഇല്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ ദീനോടുള്ള മഹബത്ത് കൊണ്ടിട്ട് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കണം ഉസ്താദിന്. കാരണം വെച്ചാൽ എന്താ, നമുക്ക് വേണ്ടി ദീൻ പഠിച്ചിട്ട് പറഞ്ഞു തരുന്ന ആളാണല്ലോ അല്ലേ? നമ്മുടെ മക്കൾക്ക് കൊടുക്കൂല അത്രയും നല്ല ഫുഡ് അല്ലേ? അതുകൊണ്ടാണ് പണ്ട് സാധാരണ ഒരു കഥ പറയാറുണ്ട്. ഉസ്താദിനെ വീട്ടിലേക്ക് വിളിച്ചു, 4 മുട്ടയാണ് ആകെ പുഴുങ്ങിയത്. 4 ഉസ്താദിന് പറയാം, ഉസ്താദ് കഴിച്ചിട്ട് ബാക്കി കഴിക്കാം. അപ്പോൾ മോനിങ്ങനെ പുഴുങ്ങണ നേരത്തെ ഉമ്മനോട് ചോദിച്ചു, ഉമ്മ ഒരെണ്ണം എനിക്ക്. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഉസ്താദ് കഴിച്ചിട്ട് ബാക്കി വെക്കും, അതാ ബർക്കത്ത്, അതിൽ നിന്നാണ് കഴിക്കേണ്ടത്. അപ്പോൾ മോനും പ്രതീക്ഷ അയച്ച് കുറച്ച് കഴിഞ്ഞാലും കഴിക്കാമല്ലോ. അങ്ങനെ മോനിങ്ങനെ ഡോറിനടുക്ക് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉസ്താദ് ആദ്യം വന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫസ്റ്റ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചൊരു ഏമ്പക്കൊക്കെ പോയപ്പോൾ രണ്ടാമത്തതും വിട്ടു. അപ്പോൾ മോൻ്റെ പകുതി ഗ്യാസ് പോയിണ്. അങ്ങനെ വീണ്ടും നോക്കുമ്പോൾ ഉസ്താദ് ഇത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്നൊക്കെ നന്നായിട്ട് പറഞ്ഞ് മൂന്നാമത്തത് തൊട്ട് വിട്ടു. എന്നിട്ട് മോൻ്റെ പ്രതീക്ഷ ഒരെണ്ണം അവിടെ ഉണ്ട്, ബർക്കത്ത് അതുണ്ടാവും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഉസ്താദ് 4ാമതും ഏമ്പൊക്കെ വിട്ടിട്ട് ഇങ്ങനെ 4ാമത്തും വായിലേക്ക് വിട്ടപ്പോൾ മോൻ പറഞ്ഞു, അതും തിന്നുമ്പാ. മനസ്സിലാക്കണം. ഈ സാധാരണ നോർമലി പറയണം, നമ്മുടെ ദറസിലൊക്കെ അറിയപ്പെടുന്നൊരു മാറൂഫായ കഥയാണ്. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഇത്രയും ആദരവുണ്ട് നമുക്ക് അവരോട്, ബഹുമാനമുണ്ട്. നമ്മൾ ആ ആദരവ് എന്താ കൊടുക്കുക? അവർ ദീൻ പഠിച്ചവരാ. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, അത് പഠിച്ചിട്ടാണ് നമ്മളോട് ഈ പറയണത്, അത് പഠിച്ചിട്ടാണ് ഇത് പറയുന്നത്. എന്നാൽ വളരെ കൃത്യമായി ലോകത്ത് ജീവിച്ച വ്യക്തിത്വമാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം നേർക്ക് നേരെ ഈ സദസ്സിന്റെ മുന്നിൽ പ്രസംഗിച്ച ആൾ ഈ സദസ്സിൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആണ്ട് നേർച്ചയുടെ സദസ്സിൽ പോയി പ്രസംഗിച്ചാൽ ജീവനോട് ചിലപ്പോൾ തിരിച്ചു പോരാൻ കഴിഞ്ഞോണമെന്നില്ല. കാരണം അത്രയും കർക്കശമായി കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. ആ പ്രസംഗം ക്രോഡീകരിച്ചിട്ടുണ്ട്, ഒരു കിതാബ് തന്നെയുണ്ട്. അദ്ദേഹം നടത്തിയ പ്രസംഗം മുഴുവനും, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പ്രത്യേകമായി അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളെ ക്രോഡീകരിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ മകൻ ഫത്ഹുർ റബ്ബാനി എന്ന് പേരിട്ടുകൊണ്ട് ആ ഗ്രന്ഥം ലോകത്തിന്നും വാങ്ങാൻ കിട്ടും, ആർക്കും വായിക്കാൻ കിട്ടും. ഇനി കിതാബ് തിരഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കാലം ഒരുപാട് മാറിയല്ലോ, ഒരാൾ തന്റെ മൊബൈൽ എടുത്ത് നെറ്റ് ഓണാക്കി ഗൂഗിൾ ചെയ്താൽ മതി, ഫത്ഹുർ റബ്ബാനി ശൈഖ് ജീലാനി എന്നടിച്ചു കൊടുത്താൽ ആ കിതാബിന്റെ PDF ഇങ്ങ് വരും. ആ രൂപത്തിൽ ലോകത്ത് ആർക്കും പരിശോധിക്കാൻ കിട്ടുന്ന കിതാബാണ്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗവും ആ പ്രസംഗത്തിലെ കുറച്ച് വാചകം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ. ശൈഖ് ജീലാനി തന്റെ മുന്നിൽ കൂടിയ 10,000 പറയുകയാണ്, ഖദിഹ്താല അലൈക ശൈത്വാൻ വസയ്യന ലകൽ കദിബ വൽ അഅമാലൽ ഖബീഹ. ഖാദി മുഹമ്മദിന്റെ വാക്കല്ല ഇത്, അതുപോലെ തന്നെ കായൽ പട്ടണത്തുള്ള സദഖത്തുള്ളയുടെ വാക്കല്ല ഇത്. നേരെ മറിച്ച് ശൈഖ് ജീലാനി നേർക്കുനേരെ പറയുന്നു, ഖദിഹ്താല അലൈക ശൈത്വാൻ, മോനെ പിശാച് നിന്നെ കറക്കുകയാണ് കേട്ടോ. വസയ്യന ലകൽ കദിബ, അതേ കളവ് പിശാച് നിനക്ക് അലങ്കാരമായി കാണിച്ചു തരികയാണ് കേട്ടോ. വൽ അഅമാലൽ ഖബീഹ, മോശമായ പ്രവർത്തനങ്ങളെ മുഴുവനും പിശാച് നിനക്ക് അലങ്കൃതമായി കാണിച്ചു തരുന്നു. എത്രത്തോളം നീ അതപ്പതിച്ചു പോയി മോനെ, നീ അതപ്പതിച്ച് അവസാനം തക്ദിബു, നുണ പറയുന്ന പെരുംകള്ളനായി നീ മാറി. ഏതുവരെ? ഹത്താ ഫീ സ്വലാത്തിക, നിന്റെ നിസ്കാരത്തിൽ വരെ നുണ പറയുന്ന പെരും നുണയനാകുന്നു നീ. ഇതെന്റെ വാക്കല്ല, നേരെ മറിച്ച് ശൈഖ് ജീലാനി തന്റെ മുന്നിൽ കൂടിയ 10,000 അദ്ദേഹം നടത്തിയ പ്രഭാഷണം അദ്ദേഹത്തിന്റെ മകൻ അത് ക്രോഡീകരിച്ച് ഗ്രന്ഥമാക്കി. ലോകത്തിന്നും ആ ഗ്രന്ഥം ജീവിച്ചിരിക്കുന്നു. അതിലാ പറയുന്നത്, നിസ്കരിക്കുമ്പോൾ പോലും നുണ പറയുന്ന പെരും കള്ളനാണു നീ. എന്തായി പറയുന്നത്? ലെവൽ വിട്ട് സംസാരിക്കുകയാണോ? അല്ല. നിസ്കരിക്കുമ്പോൾ ആരെങ്കിലും നുണ പറയോ? കച്ചവടം ചെയ്യുമ്പോൾ നുണ പറയും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, കോടതിയിൽ നുണ പറയുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, മറ്റ് ഇടപാടുകളിൽ നുണ പറയുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷെ നിസ്കരിക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം പറയുന്നതിനിടയിൽ ആരാണ് നുണ പറയുക? പക്ഷേ ശൈഖ് ജീലാനി പറയുന്നു, നീ നുണ പറയും. നിസ്കരിക്കാൻ വന്നിട്ട് വുദൂഎടുത്ത് വന്നിട്ട് കഅബയിലേക്ക് തിരിഞ്ഞിട്ട് പള്ളിയിൽ നിന്നിട്ട് നീ നുണ പറയും. എന്നിട്ട് ശൈഖ് ജീലാനി ഇത് വിശദീകരിക്കുകയാ, എങ്ങനെയാ നുണ പറയുന്നതെന്നറിയോ? ലിഅന്നക തഖൂലു അല്ലാഹു അക്ബർ. ആദ്യം തന്നെ നീ വന്നിട്ട് പറയുന്ന വാക്കെന്താ? അല്ലാഹു അക്ബർ എന്നല്ലേ മോനെ? അത് നീ പറഞ്ഞാൽ നുണയല്ലേ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളയാണ് എനിക്ക് വലിയവനെന്നല്ലേ? നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അള്ള വലിയവനാണെന്ന് ഒരു ഉത്ബോധം നിന്റെ കൽബിൽ ഉണ്ടായിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിന്റെ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ? നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എത്രത്തോളം വിവാഹവേളയിലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അള്ള വലിയവനാണ് എനിക്കെന്ന ബോധമുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. കള്ളക്കച്ചവടം നടത്തി, കളവ് പറഞ്ഞ്, തട്ടിപ്പും വെട്ടിപ്പും നടത്തി, 1000 ദുഷ്കർമ്മങ്ങൾ ചെയ്ത് അവിടെയൊന്നും പടച്ചവൻ വലിയവനാണെന്ന് ചിന്തിക്കാതെ ഇടയ്ക്കിങ്ങനെ ഓടി വന്ന് അള്ളാനോട് നുണ പറയുകയാണോ? അല്ലാഹു അക്ബർ, പടച്ചോനെ നീ തന്നെയാണ് എനിക്ക് വലുത്. എന്ത് നുണയാടാ നീ പറയുന്നത്? നിസ്കാരത്തിൽ വരെ നുണയല്ലേ? ഇത്ര ശൈഖ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ എന്നും ഓർക്കുന്നു, ഇത് ഞാൻ ആദ്യമായി വായിക്കുന്നത് ആലപ്പുഴയിൽ ഒരു ലോഡ്ജിലിരുന്നാണ്. കാരണം വെച്ചാൽ ഈ വിഷയമായൊരു പ്രസംഗം നടത്താൻ ശൈഖ് ജീലാനിയുടെ കിതാബ് ഫത്ഹുർ റബ്ബാനി വായിക്കാൻ മൊബൈൽ ഫോണൊക്കെ ഓഫാക്കി ഒരു മുറി വാടകയ്ക്കെടുത്ത് അതിലിരുന്നിട്ടാണ് ഞാൻ ആദ്യമായി വായിക്കുന്നത്. ഈ വാചകം വായിച്ച് കുറച്ചു നേരം സ്തബ്ധനായി പോയി. കാരണം വളരെ കൃത്യമായൊരു വാചകമാണ് ശൈഖ് ജീലാനി പറയുന്നത്. പക്ഷേ പിന്നങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഏതാണ്ടെല്ലാം നുണയാ നിസ്കാരത്തിൽ പറയുന്നത്. നിസ്കരിക്കാൻ വന്നിട്ട് അള്ളാഹുവിനോട് പറയും, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചോനെ, എൻ്റെ നിസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും സർവ്വതും നിനക്കാണ് അല്ലാ എന്ന് നിസ്കരിക്കുന്നവൻ പടച്ചവനോട് പറയാണ്. അക്കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത്. എത്ര നുണയാ, എത്ര നുണയാ ഇതിങ്ങനെ പറയാണ്. അതാ ശൈഖ് ജീലാനി പറയുന്നത്, മോനെ നിസ്കരിക്കുമ്പോൾ പോലും നുണ പറയുന്നു. വതക്ദിബു, നിസ്കരിക്കുമ്പോൾ നീ നുണ പറയുന്നു. കാരണം ലിഅന്ന ഫീ ഖൽബിക ഇലാഹൻ ഗൈറഹു, നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന് പുറമേയുള്ള കള്ള ദൈവങ്ങളെ കയറ്റിവെച്ചിട്ടാ അല്ലാഹു അക്ബർ എന്ന് നീ പറയുന്നത്. നിന്റെ ഹൃദയത്തിൽ കള്ള ദൈവങ്ങളെ കയറ്റിവെച്ചിട്ടാ അല്ലാഹു അക്ബർ എന്ന് നീ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരൊറ്റ ഉസ്താദ് സമ്മതിക്കൂല
എന്താ വാദ് പറയുന്നത് എന്നറിയൂ? ഇത് പറഞ്ഞാൽ ശിർക്കാരോപണം, ശിർക്കാരോപിക്കുകയാണ്. ഇവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കാണെന്നാണ് പറയുന്നത്. നിസ്കരിക്കുന്ന മുവഹിദുകളൊക്കെ മുശ്രിക്കാണെന്നാണ് മൗലവി പ്രസംഗിച്ചത്. നമ്മുടെ വാപ്പ മുശ്രിക്കാണ്, വല്ലുപ്പ മുശ്രിക്കാണെന്നാ മൗലവി പറയുന്നത്. ഞാൻ എന്റെ വാക്ക് പറയുന്നില്ല. ശൈഖ് ജീലാനി പറയുന്ന മോനെ അന്ന ഫീ ഖൽബിക ഇലാഹൻ ഗൈറാ, അല്ലാഹുവിന് പുറമെ ഒരുപാട് കള്ളദൈവങ്ങൾ നിന്റെ കൽബിലുണ്ട്. ആ കള്ളദൈവം ആരാ? കൊമ്പും തുമ്പിക്കൈയുമുള്ള വിഗ്രഹങ്ങളാണോ? അല്ല കേട്ടോ, നേരെ മറിച്ച് കുല്ലു മാ തഅതമിദു അലൈഹി ഫഹുവ ഇലാഹുക വകുല്ലു ശൈഇൻ തഖാഫു മിൻഹു വതർജൂഹു ഫഹുവ ഇലാഹുക. അല്ലാഹുവിന് പുറമെ നീ ഏതെല്ലാം ശക്തികളെ അവലംബിക്കുന്നു അത് മുഴുവനും നിന്റെ ഇലാഹാൻ. അല്ലാഹുവിന് പുറമെ ഏതൊരു ശക്തി നീ ഇഅ്തിമാദ് ചെയ്തോ അത് നിന്റെ ഇലാഹാൻ. കുല്ലു ശൈഇൻ തഖാഫു മിൻഹു, നീ അല്ലാഹുവിന് പുറമെ ഏതെല്ലാം കേന്ദ്രങ്ങളിൽ നിന്നാണ് പേടിക്കുന്നത്, ഭയപ്പെടുന്നത്, അത് നിന്റെ ഇലാഹാൻ. എന്തിനെയൊക്കെ പേടിക്കുന്നത്? എന്തിനെയൊക്കെ പേടിക്കുന്നത്? പേടിക്കുന്ന വസ്തുക്കൾ നോക്കിയാൽ നമുക്ക് തന്നെ പേടിയാവും. കാരണം എന്താ? കാലിക്കുടം പേടി. രാവിലെ പുറത്തിറങ്ങുമ്പോൾ കാലിക്കുടം കണ്ടാൽ പേടി. രാവിലെ മുറ്റം തൂക്കുന്ന ചൂല് കണ്ടാൽ പേടി. കുറ്റിച്ചൂല് കണ്ടാൽ പേടി. അതേ രാത്രി എന്തെങ്കിലും സംസാരിക്കുമ്പോ അട്ടത്തിരുന്ന് ഒരു പല്ല് ചലച്ചാൽ പേടി. ആ വീടിന്റെ ഏതെങ്കിലും മൂലയിലുള്ളൊരു മരത്തിന്റെ ഒരു ശിഖരത്തിലിരുന്ന് ആ മൂങ്ങയൊന്ന് മൂളിയാൽ പേടി. സഹോദരങ്ങളെ, അതല്ല, അതേ അധുനാധുനികമായ നല്ല വിലപിടിപ്പുള്ള കാറിൽ മുതലാളി ഇങ്ങനെ പോകുമ്പോ, അത്യാവശ്യത്തിന് പോവുകയാണ്, ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോവുക, ഒരു കറുത്ത പൂച്ച വട്ടം ചാടിയാൽ പേടി. സർവ്വതിനെയും ഭയപ്പെടുന്ന മനുഷ്യൻ, എല്ലാത്തിനെയും പേടിക്കുന്ന മനുഷ്യൻ. കുല്ലു ശൈഇൻ തഖാഫു മിൻഹു, ഏതെല്ലാം ശക്തികൾ ഇങ്ങനെ നീ ഭയപ്പെടുന്നു. വതർജൂഹു, അതുപോലെ ഏതെല്ലാം കേന്ദ്രങ്ങളിൽ നിന്നാണ് നീ പ്രതീക്ഷിക്കുന്നത്. ഒരു ബിസിനസ് തുടങ്ങിയാൽ നേരെ പോവാണ്. കണിയാൻ്റെ അടുക്കൽ പോകുന്നവരുണ്ട്, ഇസ്മിന്റെ പണി ചെയ്യുന്നവർക്ക് പോകുന്നവരുണ്ട്, കട തുടങ്ങാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഊറ്റൻ സാധനം ഒന്ന് എഴുതി തരണോ, ഒരു കൂറ്റൻ സാധനം എഴുതി തരണോ. ഉടൻ തന്നെ ഉസ്താദ് അതേ തൊട്ടടുത്ത കടയിൽ നിന്ന്, പലപ്പോഴും അമ്പലങ്ങളുടെ സൈഡിലാണ് അത്തരം കടകൾ ഉണ്ടാവുക, ഒരു തകിട് വാങ്ങിക്കൊണ്ടുവരുന്നു, എന്നിട്ട് വരക്കുന്നു, എന്നിട്ട് അത് ഫ്രെയിം ചെയ്യുന്നു, തലക്ക് മുകളിൽ വെക്കുന്നു. എന്നിട്ടോ ഇവൻ ചിന്തിക്കാൻ ഇങ്ങോട്ട് വന്നോളും. ആള് വെറുതെ വെച്ചാലല്ലോ, അതിങ്ങനെ കൊണ്ടുവന്നോളും. വേറെ ചില ആളുകളോ ചാർജ് ചെയ്യാൻ ബാറ്ററി ഏലസ് അതിങ്ങനെ വെച്ച് ചാർജ് ചെയ്യാണ്. അതുണ്ടെങ്കിൽ അതുമായി ഇങ്ങനെ നടക്കുകയാണ്. ചില ആളുകൾ നജസാണെന്ന് പറയപ്പെടുന്ന ആ ആനയുടെ രോമം പോലും കയ്യിൽ ചുറ്റി നടക്കുന്ന ആളുകളുണ്ട്. സൗഭാഗ്യത്തിന് വേണ്ടി എന്തെല്ലാം വഴികളാ മനുഷ്യൻ കൊണ്ട് നടക്കുന്നത്. എന്നാൽ അല്ലാഹുവിന് പുറമെ ഏതെല്ലാം കേന്ദ്രങ്ങളിൽ നിന്ന് ഇങ്ങനെ നീ പ്രതീക്ഷിക്കുന്നു, ഫഹുവ ഇലാഹുക, അത് മുഴുവനും നിന്റെ ഇലാഹാണ് കേട്ടോ. അതുകൊണ്ട് തൊള്ള കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, ഖൽബുക ലാ യുവാഫിഖു ലിസാനക, നിന്റെ നാവും നിന്റെ ഹൃദയവും യോജിക്കുന്നില്ലല്ലോ. ഹൃദയം നിറയെ കള്ള ദൈവങ്ങൾ, തൊള്ളയിലോ അല്ലാഹു അക്ബറും, ഇതൊരിക്കലും യോജിക്കുന്നില്ലല്ലോ. ഫിഅലുക ലാ യുവാഫിഖു ഖൗലക, നിന്റെ വാക്ക് അല്ലാഹു അക്ബർ എന്ന വാക്കും നിന്റെ പ്രവൃത്തിയും യോജിക്കുന്നില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കും നിന്റെ ഇതരങ്ങളായ അമലും യോജിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ശൈഖ് ജീലാനി പറയുകയാണ്, വായടക്കൂ, ഖുൽ അല്ലാഹു അക്ബർ അൽഫ മറ ബിഖൽബിക, അല്ലാഹു അക്ബർ എന്ന് നിന്റെ ഹൃദയം കൊണ്ട് 1000 തവണ പറയൂ. വമറതം ബിലിസാനിക, നാവ് കൊണ്ട് ഒറ്റ തവണ പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മൾ നേരെ അങ്ങനെയല്ല, ഇപ്പൊ മിണ്ടിയാൽ അല്ലാഹു അക്ബർ. കണ്ണൂർ ജില്ലയിൽ ഒരു കൊടിമരത്തിന്റെ പ്രശ്നം വന്ന ഒരു കഥ പറയാറുണ്ട്. കണ്ണൂർ ജില്ലയിൽ കൊടിമരം വിവാദമായി. അങ്ങനെ അവിടെയുള്ള കുറച്ച് ആളുകൾ, കുറച്ച് BJP മൈൻഡുള്ള ആളുകളും അവിടെയുള്ള മുസ്ലിങ്ങളും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായത്രേ. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ വിവാദമായി, വാക്ക് തർക്കമായി. രണ്ട് ഭാഗത്ത് ഇങ്ങനെ ആളുകൾ വന്ന് ഇങ്ങനെ തമ്പടിച്ചിരിക്കുക. ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഷഹീദാകാൻ ഒരു ഭാഗത്ത്, മറ്റേ നമ്മുടെ ആദർശത്തിന് വേണ്ടി പോരാടാൻ മറ്റവരും അപ്പുറത്തും ഇപ്പുറത്തും വന്നിങ്ങനെ നിന്ന് അവസാനം ഇങ്ങനെ തർക്കം കണ്ട് മൂത്തപ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു, ഒറ്റ ഓട്ടം ഓടിയതാ. മറുഭാഗത്ത് വന്ന ആൾക്കാർ, എൻ്റെ ഓടുന്ന ഓട്ടത്തിലാണ് പറഞ്ഞത്രേ, കാക്കമാരെ പോത്തിനിറക്കുമ്പോൾ പറയുന്ന എന്തോ ഒരു സാധന വിളിച്ച് പറഞ്ഞത് എന്നിട്ട് ഓർഡർ എന്ന് വെച്ചാൽ അതൊരു കോഡാണെന്നാണ് ഈ ചങ്ങാതി മനസ്സിലാക്കിയത്. മിണ്ടിയാൽ അല്ലാഹു അക്ബർ, ഉസ്താദിനെ കണ്ടാൽ അല്ലാഹു അക്ബർ, ഇരുന്നാൽ അല്ലാഹു അക്ബർ, ഉസ്താദിനെ കാറ് കണ്ടാൽ അല്ലാഹു അക്ബർ അല്ലേ. സാധാരണ അതിനൊരു കഥ പറയാറുണ്ട്. ഒരാൾ കോഴിക്കോട് ബസ്സിൽ കയറിയിട്ട് കാന്തപുരത്തേക്കുള്ള ബസ്സാണ്, കാന്തപുരം അയാൾ കിളി വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു മുസ്ലിയാർ മോട്ടി നിന്നിട്ട് അല്ലാഹു അക്ബർ. കാരണം ഇവൻ വിചാരിച്ച് മറ്റേ അതൊരു അബൂബക്കർ മുസ്ലിയാരാന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് അല്ലാഹു അക്ബർ വിളിക്കുകയാണ്. മിണ്ടിയാൽ അല്ലാഹു അക്ബർ. ഷെയ്ഖ് ജീലാനി ഇവിടെ കുറച്ച് വായടക്ക് നീ മിണ്ടിയാൽ അല്ലാഹു അക്ബർ, വായടക്ക്. എന്നിട്ട് കൽബ് കൊണ്ട് 1000 വട്ടം പറ
അല്ലാഹു അക്ബർ, അള്ളയാണ് എനിക്ക് വലിയവൻ, അള്ളയാണ് എല്ലാത്തിനും വലിയവൻ. ഖൽബ് കൊണ്ട് പറ. വമറത്തം ബിലിസാനിക, 1000 വട്ടം ഖൽബ് കൊണ്ട് പറഞ്ഞിട്ട് 1 വട്ടം തൊള്ളുകൊണ്ട് പറഞ്ഞാൽ മതി. എന്നിട്ട് ശൈഖ് ജീലാനി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാ തസ്തഹി അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്ക് നാണമില്ല മനുഷ്യ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? കാരണം വലക അൽഫ് മഅബൂദിൻ ഗൈറ, അല്ലാഹുവിന് പുറമെ ഒരുപാട് ആരാധ്യന്മാരെ നിന്റെ ഖൽബിൽ കയറ്റി വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തൊള്ളുകൊണ്ട് പറയാൻ നിനക്ക് നാണമില്ലേ? തുബ് ഇലല്ലാഹി അസ്സ വജല്ല മിൻ ജമീഇ മാ അൻത ഫീ, ഇന്ന് വരെ നീ എന്തായിരുന്നു അതിൽ നിന്ന് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. ഇതുവരെ നീ എന്തായിരുന്നു അതിൽ നിന്ന് അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങിക്കോ എന്ന് ശൈഖ് ജീലാനി ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇത് ഒരാൾ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടാൽ മതി മാറ്റത്തിന്. അവൻ പിന്നെ ഒരാണ്ട് നേർച്ചയ്ക്ക് ഉണ്ടാവൂല, ഒരു ഉറൂസിനും പോകൂല, ഒരു ജാറത്തിൽ പോയിട്ട് കമന്ന് വീഴൂല, അവിടെ പോയി തൊട്ട് കെട്ടൂല. അങ്ങനെയാണല്ലോ. ഒറ്റ തീരുമാനം മുസ്ലിം ഉമ്മത്ത് എടുത്താൽ മതി. ഒരുപാട് തീരുമാനം എടുക്കണ്ട. ഈ മുസ്ലിം ഉമ്മത്തിന് മാറ്റം ഉണ്ടാകാൻ ഒറ്റ തീരുമാനം. സൂറത്തുൽ ജിന്നിൽ അല്ലാഹ് പറഞ്ഞൊരു ആയത്തുണ്ട്. സൂറത്ത് മറക്കണ്ട, ഓർക്കാൻ എളുപ്പമാണ്. സൂറത്തുൽ ജിന്ന്, ജിന്നിനെ കുറിച്ച് പറയുന്ന സൂറത്ത്. ആ സൂറത്തുൽ ജിന്നിൽ അല്ലാഹ് പറയുന്ന ഒരു ആയത്തുണ്ട്. നമ്മളോട് പ്രഖ്യാപിക്കാൻ അല്ലാഹ് പറഞ്ഞ ആയത്ത് എന്താണ്? ആയത്ത് എന്നറിയുമോ? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, നീ പറയൂ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ, എൻ്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് യാതൊന്നിനെയും ഞാൻ പങ്കുചേർക്കുകയില്ല എന്ന് നീ പറയൂ. ഈ റബ്ബിന്റെ ഒറ്റ പ്രസ്താവന മനുഷ്യർ സ്വീകരിച്ചാൽ പിന്നെ ജാറങ്ങളൊക്കെ പൂട്ടും. കാര്യം ജാറ് കെട്ടിപ്പൊക്കിയിട്ട് പറയുന്നതാ, ജാറങ്ങളൊക്കെ കെട്ടിപ്പൊക്കിയിട്ട് എന്താ പറഞ്ഞത്? ഖബർ കെട്ടിപ്പൊക്കിയിട്ട്. ഇസ്ലാമിൽ ഖബർ കെട്ടിപ്പൊക്കലില്ല കേട്ടോ. ഇസ്ലാമിൽ ഖബർ കെട്ടിപ്പൊക്കാൻ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ ഖബറിന്റെ അളവും കൃത്യമാണ്. ഇതൊന്നും പഠിപ്പിക്കാതെ പോയ മതമല്ല ഇസ്ലാം. ഇസ്ലാമിൽ എത്ര ഖബർ ഉയരണം, എത്ര തന്നെ പൊങ്ങണമെന്നൊക്കെ വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഖബർ കെട്ടിപ്പൊക്കി, ആ ഖബർ കെട്ടിപ്പൊക്കിയിട്ട് അവിടേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാ? പേപ്പട്ടി വിഷ നിവാരണം, സന്താനലബ്ധി, കുട്ടിയെ കിട്ടണമെങ്കിൽ, അതുപോലെ തന്നെ കടങ്ങൾ വീടാൻ, കച്ചവടത്തിൽ ലാഭമുണ്ടാകാൻ നിങ്ങൾ സന്ദർശിക്കുക, എന്നെ ജാറത്തിൽ വരിക എന്ന പരസ്യം കൊടുക്കുന്നത്. എന്നിട്ട് ആളുകൾ നേരെ പോവുകയാണ് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ജാറത്തിൽ. പക്ഷേ ഈ ഒരു തീരുമാനം, ഏത് തീരുമാനം? ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന ഒറ്റ നിലപാട് അത് സ്വീകരിച്ചാൽ, അത് മനുഷ്യന്റെ മനസ്സിൽ ഉറപ്പിച്ചാൽ തീർച്ചയായും പിന്നീട് ഈ ജാറങ്ങൾക്ക് വരുമാനം ഉണ്ടാകൂല. ജാറങ്ങളിൽ പിന്നെ വരുമാനം ഉണ്ടാകൂല. അവിടെ പോയി തേടുന്ന ആളുകൾ ഉണ്ടാകൂല. അത് കെട്ടിപ്പൊക്കുന്ന ആളുകൾ ഉണ്ടാകൂല. കാരണം അനുയായികൾ കുറയും, കസ്റ്റമർ കുറയും എന്നതുകൊണ്ട് തന്നെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖൽബിലേക്ക്, ഹൃദയങ്ങളിലേക്ക് കയറ്റിവെച്ചത് അല്ലാഹുവിന് പുറമെയുള്ള ഒരുപാട് ശക്തികളെ കുറിച്ചുള്ള ചിന്തകളാണ്, ഒരുപാട് ആളുകളെ കുറിച്ചുള്ള ചിന്തകളാ. യഥാർത്ഥത്തിൽ ഇവിടെ തകരുന്നതോ നമ്മുടെ തൗഹീദാണ്, നമ്മുടെ ആദർശമാണ്. നാളെ പാരത്രിക ലോകത്ത് രക്ഷപ്പെടേണ്ട, അല്ലാഹുവിന്റെ മുന്നിൽ വിജയിക്കേണ്ട ആ രംഗത്ത് പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവുകയാണ് എങ്കിൽ നാം ഓരോരുത്തരും മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാകണം. അത് വേറൊന്നുമല്ല, അല്ലാഹു ഏകനായ റബ്ബ്, ആ റബ്ബ് മാത്രമാണ് എൻ്റെ തേട്ടങ്ങൾ സ്വീകരിക്കുവാനും എൻ്റെ തേട്ടത്തിന് ഉത്തരം നൽകുവാനും കഴിവുള്ളവൻ. ആ റബ്ബിന് മാത്രമാണത് കഴിയുക. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുന്നവൻ റബ്ബാണ്. ഈ ലോകത്ത് ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വളരുമ്പോൾ എനിക്കൊരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. കോടികൾ മുടക്കിയാലും ഒരു വേള എനിക്ക് ലഭിക്കാത്ത സൗഭാഗ്യം എൻ്റെ സംസാരശേഷി, സംസാരിക്കുവാനുള്ള നാവ്, അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിലെ രക്തത്തെ ശുദ്ധീകരിക്കുന്ന കിഡ്നി, അതുപോലെ തന്നെ കരള്, ആമാശയ വ്യവസ്ഥ, നാഡീനരമ്പുകൾ, കാണാനുള്ള കണ്ണ്, കേൾക്കാനുള്ള കാത്, ചിന്തിക്കുവാനുള്ള തലച്ചോറ്, ഇത് മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല അതേ നമുക്ക് തന്നത് ഉമ്മയുടെ ഉദരത്തിൽ നമ്മൾ കഴിയുമ്പോഴാണ്. ഞാൻ റബ്ബിനോട് ചോദിച്ചില്ലല്ലാ എനിക്ക് 2 കണ്ണുകൾ വേണമെന്ന്. ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചില്ല റബ്ബേ എനിക്ക് 2 കാതുകൾ ആവശ്യമുണ്ട് എന്ന്. ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചില്ല റബ്ബേ എനിക്ക് തുടിക്കുന്നൊരു ഹൃദയം വേണമെന്ന്. ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചില്ല റബ്ബേ എനിക്ക് ആമാശയ വ്യവസ്ഥകൾ സംവിധാനിക്കണമെന്ന്. ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചില്ല അല്ലാ
എനിക്ക് സ്പർശനശേഷി തരണമെന്ന്, അല്ലാഹുവേ എനിക്ക് രുചിമുകുളങ്ങളെ തരണമെന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാതെ കാണാനുള്ള കണ്ണു തന്നു, കേൾക്കാനുള്ള കാത് തന്നു, സംസാരിക്കാനുള്ള നാവ് തന്നു, തുടിക്കുന്ന ഹൃദയം തന്നു, ആമാശയ വ്യവസ്ഥ തന്നു, എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം തന്നു, ജീവൻ തന്നു. ഇതെല്ലാം റബ്ബെനിക്ക് തന്ന് ആ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ദുനിയാവിലേക്ക് വന്ന് ഞാൻ അള്ള തന്ന കാലുകൊണ്ട് നടന്ന്, അള്ള തന്ന കൈകൊണ്ട് പിടിച്ച്, അള്ള തന്ന കണ്ണുകൊണ്ട് കണ്ട്, അള്ള തന്ന കാതുകൊണ്ട് കേട്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആ തലച്ചോറ് കൊണ്ട് ഖൽബ് കൊണ്ട് ചിന്തിച്ച് ആ റബ്ബല്ലാത്ത ശക്തികളോട് തേടുകയാണെങ്കിൽ ആ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവരിൽ എന്നെക്കാളും ദുഷിച്ചവൻ വേറെ ഉണ്ടാകുമോ? അള്ള തന്ന നാവ് കൊണ്ട് അള്ളയല്ലാത്തവരോട് തേടുന്നവർ, അള്ള തന്ന കൈകൊണ്ട് അള്ളയല്ലാത്തവർക്ക് നേർച്ചയിടുന്നവർ, അള്ളാഹു തന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ആ റബ്ബ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങൾ ചെയ്യുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനോട് ഏറ്റവും അധികം ധിക്കാരം ചെയ്യുന്നവർ, സഹോദരങ്ങളെ, അതെ ആ ധിക്കാരം അല്ല പൊറുക്കൂലെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഏത് അബദ്ധവും മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചാൽ അല്ല ചിലപ്പോൾ വിട്ടുവീഴ്ച തന്നെന്ന് വരാ, പക്ഷേ ഈ നന്ദികേടുണ്ടല്ലോ അത് ഞാൻ പൊറുക്കൂല എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ അറിയണം, റബ്ബിനെ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ അളമത്ത് അറിയണം, ആ റബ്ബിന്റെ മഹത്വം അറിയണം. ആ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച ചിന്ത വേണം, ആ റബ്ബിനെ കാണാൻ കഴിയണം, ആ റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആണ്ടു നേർച്ചകൾ അവസാനിക്കണം, ഇസ്ലാം പഠിപ്പിക്കാത്ത ആണ്ട് നേർച്ചകൾ അവസാനിക്കണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ മാസത്തിലുള്ള ജന്മദിനാഘോഷം അവസാനിക്കണം, ഈ രൂപത്തിൽ അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അത് അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴിയുണ്ട്. അതെന്താണെന്നറിയോ? റബ്ബിനെ അറിയലാണ്, അള്ളാഹിനെ അറിയല, അള്ളാഹിനോട് മാത്രം തേടുമെന്ന തീരുമാനമെടുക്കല. അതിന് മൗലവി, ഞാൻ വലിയ ഗവേഷണം നടത്തുന്ന ആളല്ലല്ലോ, ഞാൻ ബഹിരാകാശ യാത്ര നടത്തുന്നവരല്ലല്ലോ, ആകാശ ലോകത്തുള്ള അത്ഭുതങ്ങളെ കുറിച്ച് എനിക്ക് വിവരമില്ലല്ലോ, അങ്ങനെ റബ്ബിനെ സംബന്ധിച്ച് ആഴത്തിലറിയാൻ മറ്റു സംവിധാനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് ചിന്തിച്ചാരും പുറകോട്ട് പോകണ്ട. റബ്ബിനെ അറിയാൻ ഒരുപാട് ചിന്തകൾ വേണ്ട, റബ്ബിനെ അറിയാൻ ഒരുപാട് ആഴത്തിലുള്ള പഠനങ്ങൾ വേണ്ട. മഹാനായ ഇമാം സമഖ്ശരി, നമുക്കറിയാം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പലതരത്തിലും ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു തെളിവെന്ന നിലക്ക് അവതരിപ്പിക്കുകയല്ല, നേരെ മറിച്ച് അറബി ഭാഷാ ലോകത്ത് വിസ്തൃതനായ പണ്ഡിതനാണ് സമഖ്ശരി. ആ സമഖ്ശരിക്ക് ഒരു തഫ്സീറുണ്ട്, തഫ്സീറു കശാഫ് എന്നാണ് അതിന്റെ പേര്. ആ സമഖ്ശരി കശാഫ് എന്ന അതേ അറബി ലോകത്തെ കുലപതിയായ, സാഹിത്യ കുലപതിയായ ആ മനുഷ്യൻ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് തഫ്സീർ എഴുതി വരുമ്പോ ഖുർആൻ അല്ലാഹു ഒരു ആയത്ത് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യസ്തഹീ അയ്യദ്രിബ മതലൻ ബഅൂദ എന്ന ആയത്തിന് വ്യാഖ്യാനം എഴുതാൻ ആ മനുഷ്യനിരിക്കുമ്പോ പെട്ടെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് അല്ലാഹുവിന്റെ പരാമർശത്തെ കുറിച്ച്. എന്തേ റബ്ബ് ഇവിടെ പറഞ്ഞത്? ഇന്നല്ലാഹ ലാ യസ്തഹീ അയ്യദ്രിബ മതലൻ ബഅൂദ. അല്ലാഹുവിന് ഒരു ഉദാഹരണം പറയേണ്ടി വരുമ്പോ ഒരു കൊതുകിനെ എടുത്ത് വെച്ച് ഉദാഹരിക്കാൻ അള്ളക്കൊരു നാണവുമില്ല. ചിലപ്പോൾ ഒരു കൊതുകിനെയായിരിക്കും അല്ലാഹു ഉദാഹരണമായി കൊണ്ടുവരുന്നത്, മറ്റു ചിലപ്പോ ഫമാ ഫൗഖഹ, അതിലും വലുതിനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉപമയായി കൊണ്ടുവന്നേക്കാം എന്ന് ആയത്തിൽ പറഞ്ഞപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല നിസാരമായ പടച്ചവന്റെ ഒരു പടപ്പ് മനുഷ്യന്റെ കണ്ണിലാകട്ടെ മറ്റു ജീവജാലങ്ങളുടെ കണ്ണിലാകട്ടെ നിസാരമായ ഒരു ജീവി, ആ ജീവിയാണല്ലോ കൊതുക്. ഖുർആൻ അത് പറഞ്ഞു, ബഅൂദ, കൊതുകെന്ന് ഖുർആൻ പറഞ്ഞപ്പോ ആ കൊതുകിനെ കൊണ്ട് ഉദാഹരണം പറയാനുള്ള ലജ്ജയില്ല എന്നുള്ള പറഞ്ഞപ്പോ മഹാനായ മനുഷ്യൻ, ആ ചിന്തകൻ, അദ്ദേഹത്തിന്റെ കൽബിലേക്ക് ഓടി വരികയാണ് ഒരു ചിന്ത. അദ്ദേഹം അവിടെ ഇരുന്ന് പടച്ചവനെ വിളിക്കുകയാ, റബ്ബിനെ വിളിക്കുകയാ. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നറിയുമോ? യാമൻ യറാമദ്ദൽ ബഊലി ജനാഹഹ ഫീ ളുൽമത്തിൽ ലൈലിൽ ബഹീമിൽ അൽയലി ويرى عروق نياتها في نحرها والمخ في تلك العظام النحل اغفر لعبد طاب من فرطاته ما كان منه في
ഫിസ്സമാനിൽ അവ്വലി. അല്ലാ, ഞാൻ എത്ര പാപിയാണ് അല്ലാ, ഞാൻ എത്ര വലിയ അപരാധിയാണ് അല്ലാ, ഞാൻ എത്ര വലിയ കുറ്റവാളിയാണ് അല്ലാ. ആരോടാണ് ഞാൻ അതിക്രമം ചെയ്തത്? ആരോടാണ് ഞാൻ പാപം ചെയ്തത്? ആരുടെ കണ്ണുവെട്ടിക്കാനാ ഞാൻ ശ്രമിച്ചത്? യാ മൻ യറാ മദ്ദൽ ബഊദി ജനാഹഹാ, പാറി നടക്കുന്ന കൊതുകിന്റെ ആ ചിറകിന്റെ അനക്കമറിയുന്നവനായ അല്ലാഹ്. ഫീ ദുൽമത്തിൽ ലൈലിൽ ബഹീമിൽ അൽയലി, കുറ്റാക്കൂരിട്ടിൽ ആരും കാണാതെ പറന്നു വരുന്ന കൊതുകിന്റെ ചിറകിന്റെ അനക്കമറിയുന്നവനായ അല്ലാഹ്. വയറാ ഉറൂകനിയാതിഹാ ഫീ നഹരിഹാ വൽമുഖഫി തിൽകൽ ഇലാമിൻ നുഹലി. എത്രയോ ചെറിയ ഒരു ജീവിയാണ് ആ കൊതുക്. ആ കൊതുകിനുള്ള നീ ഒരു ആമാശയ വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എത്ര സങ്കീർണമാണത്, എത്രയോ സങ്കീർണമാണ് ഒരു ആമാശയ വ്യവസ്ഥ. എന്നാൽ ആ ചെറിയ കൊതുകിന്റെ അതിന്റെ അകത്ത് ആമാശയ വ്യവസ്ഥയെ ഒരുക്കി വെച്ച അല്ലാഹ്. വൽമുഖഫി തിൽകൽ ഇലാമിൻ നുഹലി, പാറി വരുന്ന ആ കൊതുകിന്റെ ചെറിയ കാലുകൾ ഉണ്ടല്ലോ, ആ ചെറിയ കാലുകളുടെ ഉള്ളിൽ, അതിന്റെ ഉള്ളിൽ എല്ലുണ്ടോ എന്നത് സംശയമാണ്. കാരണം അത്രയും ലോലമായ ആ കാലിന്റെ ഉള്ളിൽ, അതിന്റെ ഉള്ളിൽ മജ്ജ നിറച്ചു കൊടുത്തവനായ അല്ലാഹ്, മജ്ജ നിറച്ചു വെച്ചവനായ അല്ലാഹ്. ഒരു കൊതുകിന്റെ ചെറിയ കാലിന്റെ ഉള്ളിൽ മജ്ജ നിറച്ചവനായ അല്ലാഹ്. നിന്റെ കണ്ണു വെട്ടിക്കാൻ ശ്രമിച്ചവനാണു ഞാൻ അല്ലാഹുവേ, നിനക്കെതിരെ ചെയ്തവനാണു ഞാൻ റബ്ബേ, നിന്നെ ധിക്കരിച്ചവനാണു ഞാൻ റബ്ബേ, നിനക്ക് മാത്രം നൽകേണ്ടത് പടപ്പുകൾക്ക് നൽകിയവനാണു ഞാൻ. ഫഗ്ഫിർ ലിഅബ്ദിൻ താബ മിൻ ഫറതാതിഹി മാ കാന മിൻഹു ഫിസ്സമാനിൽ അവ്വലി. ഇന്നലകളിൽ ഈ സബഖ്ശരി ആരാരും കാണാതെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സർവമാന പാപങ്ങളും എനിക്ക് പുറത്തു തരണേ എന്നു മഹാനായ ആ മനുഷ്യൻ അവിടെ ഇരുന്ന് പാടുകയാണെങ്കിൽ, ഒരു ചെറിയ കൊതുകിന്റെ സങ്കീർണമായ വ്യവസ്ഥകളെ നോക്കി റബ്ബിനെ അറിയാനുള്ള പഠിപ്പിക്കുമ്പോ, രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിനെ സംബന്ധിച്ച ആ ചിന്ത, അവനുള്ള വിശ്വാസം, യഖീനായ വിശ്വാസം, പതറാത്ത വിശ്വാസം കൽബിൽ ഒളിപ്പിക്കേണ്ടവരാണ് നമ്മളെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ശുദ്ധില്ലാത്ത ആളുകളായി മാറുകയാണ്, ശുദ്ധിക്ക് നഷ്ടപ്പെട്ടവരായി മാറുകയാണ്, സത്യസന്ധതയില്ലാത്തവരായി മാറുകയാണ്. ഒരിക്കലും അത് പാടില്ല കേട്ടോ. അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച് ശുദ്ധിക്ക് സമർപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി ഒരുക്കി വെച്ച അവന്റെ സ്വർഗ്ഗത്തിൽ നുസുലം മിൻ ഗഫൂരിർ റഹീം, ഗഫൂറായ റഹീമായ റബ്ബിന്റെ വിരുന്ന് സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുക്കാനും പരിശ്രമിക്കാനും നമ്മൾ തയ്യാറാകണം. സർവ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. അള്ളാഹുവിന്റെ ദീൻ പഠിക്കണം, അറബി ഭാഷ പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, പൂർവ്വസൂരികളായ മനുഷ്യരുടെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ ശ്രമിക്കണം. സാധ്യമാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഇംഗ്ലീഷ് ഭാഷ പഠിച്ചവരാ നമ്മൾ, ഹിന്ദി പഠിച്ചവരാ നമ്മൾ, നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരുന്നവന് വേണ്ടി ഒരു ഭാഷ പഠിച്ചവനാ നമ്മൾ. എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഭാഷ അറബി പഠിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം തടസ്സമില്ല. ജീവിതത്തിൽ സമയം കണ്ടെത്തണം. അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യവും വായിക്കാൻ, പൂർവ്വസൂരികളായ മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കാൻ സമയം കണ്ടെത്തുകയും ദീനിന്റെ മാർഗത്തിൽ ഇടതടവില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുക. നമ്മുടെ സഹോദരങ്ങൾ, ആ സഹോദരങ്ങൾക്ക് ദീൻ ഗുണദോഷിച്ചു കൊടുക്കുക. ആരോടും നമുക്ക് ദേഷ്യമില്ല, വെറുപ്പില്ല, വെറുപ്പുണ്ടാകേണ്ടതുമില്ല. തിന്മയോടാണ് നമുക്ക് വെറുപ്പ്, തിന്മയോടാണ് നമുക്ക് വിരോധം. ആ തിന്മയാണ് നമ്മൾ എതിർക്കുന്നത്, അതിന്റെ വാഹകനെയല്ല. ആ വാഹകരോട് നമുക്ക് സഹതാപമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ നബി പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ചിരിക്കുന്നു, ഊരക്ക് ഞാൻ പിടിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നേരെ നരകത്തിലേക്ക് വീഴാൻ പോവുകയാണല്ലോ. ആ നരകത്തിലേക്ക് വീഴാതിരിക്കാൻ ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിക്കുമ്പോ എന്റെ കൈ തട്ടിമാറ്റി നിങ്ങൾ നരകത്തിലേക്ക് വീഴുകയാണോ? ഏതുപോലെ ഒരു മനുഷ്യനെ പോലെ ആ മനുഷ്യൻ എന്താ ചെയ്തത്? ഒരു വിളക്ക് കത്തിച്ചു വെച്ചപ്പോ പക്ഷികളും പ്രാണികളും വന്നിട്ട് ആ തീയിലേക്ക് ചാടുകയാ. വിളക്ക് കത്തിച്ച ആ മനുഷ്യൻ തന്റെ കൈ കൊണ്ട്
ആ പ്രാണികളെയും അതുപോലെ തന്നെ അവിടെ വന്ന ഫറാശുകളെയും ഒക്കെ കൈകൊണ്ട് ഇങ്ങനെ തട്ടുമ്പോ ആ പ്രാണികൾ അത് മനസ്സിലാക്കാതെ ആ തീയിൽ നിന്ന് പ്രാണികളെ തടയുന്നവന്റെ കൈ മറികടന്നുകൊണ്ട് പ്രാണികൾ തീയിലേക്ക് ചാടുന്നത് പോലെ ഞാൻ നിങ്ങളുടെ ഊരക്ക് നരകത്തിൽ വീഴാതെ പിടിച്ചിട്ട് എന്റെ കൈ തട്ടിമാറ്റി നിങ്ങൾ നരകത്തിലേക്ക് ചാടുകയാണോ എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചതുപോലെ നരകത്തിന്റെ വിറകുകളായി നമ്മളോ നമ്മുടെ മക്കളോ മാറാതെ അല്ലാഹുവിന്റെ ദീനിന്റെ വാഹകരായി പ്രചാരകരായി അതിന്റെ പ്രയോക്താക്കളായി മാറണേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ നാട്ടിൽ എന്ത് പരിവർത്തനമാണോ ഇത് ഈ പരിപാടി സംഘടിപ്പിച്ച ആളുകൾ ഉദ്ദേശിക്കുന്നത്, അല്ലാഹുവേ അത് കാണാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ ആദരിക്കുന്നവർ, ഞങ്ങൾ ബഹുമാനിക്കുന്നവർ, ഞങ്ങളുടെ ഗുണകാംക്ഷികൾ ജീവിതത്തിൽ ഒരു സലാം കൊണ്ടെങ്കിലും ഞങ്ങൾ പരിചയപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവരെ മുഴുവനും നീ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തണം റഹ്മാനെ. അല്ലാഹുവേ, അത് നിന്റെ ഔദാര്യമാണല്ലോ അല്ലാഹ്. നീ ഇഷ്ടപ്പെടുന്നവർക്ക് നീ നൽകുന്ന ഔദാര്യമാണല്ലോ റബ്ബേ. റബ്ബേ, ആ ഹിദായത്തിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയും ബന്ധുജനങ്ങളെയും ഇണകളെയും അയൽവാസികളെയും സ്നേഹിതന്മാരെയും റബ്ബേ നീ ഹിദായത്തിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. നിന്നെ മാത്രം വിളിക്കുന്ന റബ്ബേ, നിന്നോട് മാത്രം തേടുന്ന, നിനക്ക് മാത്രം നേർച്ച നേരുന്ന, നിന്നെ കൊണ്ട് മാത്രം സത്യം ചെയ്യുന്ന അല്ലാഹുവേ, നിന്നിൽ തവക്കുലാക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യമെന്തോ അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്ന മുവഹിദുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ജീവിതത്തിൽ പറയുമ്പോ ആ റസൂലുള്ളാഹിന്റെ ജീവിത നടപടിക്രമങ്ങളെ സ്വന്തം ജീവിത നടപടിക്രമങ്ങളായി സ്വീകരിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഇന്നലകൾ നിനക്കറിയാമല്ലോ റബ്ബേ. അരുതായ്മകൾ സംഭവിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ, പാപങ്ങൾ വന്നു പോയവരാണ് ഞങ്ങൾ. അല്ലാഹുവേ, മരണത്തിനു മുമ്പ് ഞങ്ങളുടെ പാപങ്ങൾ കഴുകി വൃത്തിയാക്കി തൗബ ചെയ്ത് വൃത്തിയായി മരിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ത്വയ്യിബായി മരിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വർഗം കണ്ട് ചിരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. റബ്ബേ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം ഞങ്ങളെ നീ ഒത്തൊരുമിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളുടെ മക്കളോടൊപ്പം ഞങ്ങളെ നീ ഒത്തൊരുമിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളുടെ ഇണകളോടൊപ്പം ഞങ്ങളെ നീ ഒത്തൊരുമിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളോടൊപ്പം ഒത്തൊരുമിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളുടെ സഹോദരങ്ങളോടൊപ്പം ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളോടൊപ്പം അല്ലാഹുവേ ഞങ്ങളുടെ സഹപ്രവർത്തകരോടൊപ്പം ഒത്തൊരുമിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. റബ്ബേ, അതിന് ഞങ്ങൾ അർഹരാണോ എന്ന വലിയൊരു ചോദ്യമുണ്ടല്ലോ റബ്ബേ. അല്ലാഹുവേ, ഭയത്തോടെ ഞങ്ങൾ നോക്കിക്കാണുന്ന ചോദ്യം, നിന്റെ സ്വർഗത്തിന് ഞങ്ങൾ അർഹരാണോ എന്ന ചോദ്യം അല്ലാഹുവേ നിന്റെ ഫളലായി ഞങ്ങൾക്ക് തരണം റബ്ബേ. നീ അന്നം നൽകുന്നവനാണ്, ഞങ്ങളുടെ ആഹാരം ഒരുക്കിയവനാണ് റബ്ബേ. പട്ടിണി കിടത്താതെ ഞങ്ങൾക്ക് കൃത്യമായി അന്നം എത്തിച്ചു തന്ന റബ്ബാണ്. ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ഒരു ശ്വാസം മുടക്കാതെ ശ്വാസം കഴിക്കാൻ തൗഫീഖ് തന്ന റബ്ബാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആവശ്യമായ മുഴുവനും ഈ ലോകത്തൊരുക്കി വെച്ച റബ്ബാണ് അല്ലാഹ്. ഇതൊന്നും ഞങ്ങൾ അർഹരായത് കൊണ്ട് കിട്ടിയതല്ല റബ്ബേ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ, നീ തന്ന വെള്ളം കുടിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ല അല്ലാഹ്. റബ്ബേ, നീ തന്ന നിന്റെ ആഹാരത്തിൽ നിന്നൊരു പിടി ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല അല്ലാഹ്. ഒരു നേരത്തെ ശ്വാസം, ഒരു സെക്കൻഡ് ശ്വാസം കഴിക്കാൻ അല്ലാഹുവേ ധാർമ്മികമായ അവകാശമില്ലാത്തവരാണല്ലോ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അവകാശമില്ലെങ്കിലും ഞങ്ങൾക്ക് നീ അന്നം തന്നല്ലോ, വെള്ളം തന്നല്ലോ, ശ്വസിക്കാനുള്ള വായു തന്നല്ലോ, ആരോഗ്യം തന്നല്ലോ, സംസാരശേഷി തന്നല്ലോ. നിന്റെ ഫളല് കൊണ്ട് കിട്ടിയതാണല്ലോ അല്ലാഹ്. നിന്റെ ഫളല് കൊണ്ട് ഞങ്ങൾക്ക് അന്നം തന്നതുപോലെ, ഞങ്ങൾക്ക് വെള്ളം തന്നതുപോലെ, ഞങ്ങൾക്ക് ശ്വാസം തന്നതുപോലെ നിന്റെ സ്വർഗവും ഞങ്ങൾക്ക് തരണം റഹ്മാനെ. അല്ലാഹുവേ, അതിന് ഞങ്ങളെ യോഗ്യരാക്കണം അല്ലാഹ്. ഞങ്ങളുടെ രാത്രികൾ അതിന് യോഗ്യമാക്കണം അല്ലാഹ്. ഞങ്ങളുടെ പകലുകൾ അതിന് യോഗ്യമാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ഇടപാടുകൾ അതിന് യോഗ്യമാക്കണം അല്ലാഹ്. ഞങ്ങളുടെ കുടുംബം അതിന് യോഗ്യമാക്കണം അല്ലാഹ്. എല്ലാ നിലക്കും നിന്നെ കണ്ടുമുട്ടാനുള്ള യോഗ്യത ഞങ്ങൾക്ക് തരണം റഹ്മാനെ. നിന്റെ ലിഖാ സാധ്യമാകുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്.
ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഒരുപാട് ആളുകൾ അല്ലാഹുവേ, അവരിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, അവരിൽ ഞങ്ങളുടെ ബന്ധുജനങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, സഹപ്രവർത്തകരുണ്ട്, ശിഷ്യന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളിവിടെ നിന്റെ ഭൂമിയുടെ മുകളിൽ നിൽക്കുമ്പോൾ ഇരുളാർന്ന ഖബറിൽ അവർ കഴിയുകയാണ്. അല്ലാ, അവർക്ക് മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ, മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, അവർക്ക് നീ ആശ്വാസം നൽകണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.